ഓക്കെ, റെക്കോർഡ് ചെയ്യാൻ കൺസെന്റ് ഉണ്ടല്ലോ എൻ്റെ. യെസ് 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 സർ, ഓക്കെ, യെസ്. എല്ലാം ചോദിച്ചിട്ട് വേണം. ഞാൻ കേസ് കൊടുക്കില്ല. റെക്കോർഡിംഗ്. ഓക്കെ, അപ്പൊ തുടങ്ങാം. അർജു പറയുന്ന പോലെ പറയാം. So welcome everyone to the SCT North America podcast. ഇന്ന് നമ്മൾ ചെറിയൊരു ഫോർമാറ്റ് ചേഞ്ച് ചെയ്ത് ഒരു പുതിയ ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പോവാം. സോ ബേസിക്കലി പേഴ്സണൽ ഫൈനാൻസിനെ കുറിച്ച് കുറച്ച് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസോ പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസോ അങ്ങനെ കൺസിഡർ ചെയ്യല്. ഇതിപ്പോൾ ഞാനും ഹരിയും ഇതുവരെ കണ്ടു മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ, കുറച്ച് ലോജിക്കൽ കോമൺ സെൻസ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുന്നെന്ന് വിചാരിക്കാവുള്ളൂ. പക്ഷേ ദിസ് ഇസ് ഓൾ കോമൺ നോളജ്. ചില കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. ദാറ്റ്സ് വൈ വി വാണ്ടഡ് ടു യൂസ് ദിസ് ഫോറം ടു ഷെയർ ദിസ്. യെസ്, ഇതൊരു കോംപ്രഹെൻസീവ് ലിസ്റ്റ് അല്ല, ബട്ട് ഇഫ് യു വാണ്ട് ടു മേക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് പ്ലീസ് കൺസൾട്ട് യുവർ ടാക്സ് അഡ്വൈസർ ഓർ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ. ഇത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്. പ്ലീസ് റീഡ് ദി ഓഫർ ഡോക്യുമെന്റ് കെയർഫുള്ളി. യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യരുത്. സാധാരണ യൂട്യൂബ് ഇതുപോലെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് ദിസ് ഇസ് ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് പർപ്പസസ്. Entertainment purposes, yes. Not even education purposes. Education, yes. Education entertainment ആണ് പറയുന്നത്. Yes. Anyway, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഒരു ബേസിക് പ്രൈമർ പോലെ സം കോമൺ സെൻസ് ഐറ്റംസ് ആൻഡ് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഐറ്റംസ് ആണ്. ലൈക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, എന്തിനാണ് ഈ സെഷൻ നടത്തുന്നത്. പിന്നെ ഹരി വിൽ ടോക്ക് അബൌട്ട് എമർജൻസി ഫണ്ട്സ്, എന്തിനാണ് എമർജൻസി ഫണ്ട്, പിന്നെ ആ ഫണ്ടുകൾ എവിടെ ഇടും, ഐ വിൽ ടോക്ക് അബൌട്ട് ദാറ്റ്. പിന്നെ ഹരി വിൽ ടോക്ക് അബൌട്ട് ക്രെഡിറ്റ് സ്കോർസ് ആൻഡ് ഫൈനലി വിൽ റാപ്പ് ഇറ്റ് അപ്പ് വിത്ത് ബഡ്ജറ്റിംഗ്. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ്ങിൽ വി ആർ നോട്ട് ഗോയിങ് ഇൻ ടു ഡെപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും പോകുന്നില്ല. നമ്മളൊരു ആദ്യം ഒരു ഓവർവ്യൂ തന്നിട്ട് നമുക്കിപ്പോൾ ഇതൊക്കെ വിൽ ഹാവ് ഫോളോ അപ്പ് സെഷൻസ് വെയർ വി വിൽ ഗോ ഇൻ ടു ദോസ് ടോപ്പിക്സ്. ആ ടോപ്പിക്സ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വിൽ ഷെയർ ദ സ്ലൈഡ്സ് as well. So yeah, I think let's get started. ഒരു ഇൻട്രോ ആയിട്ട് പറയുകയാണെങ്കിൽ ലൈക്ക് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്. സോ ലൈക്ക് ദിസ് ഇസ് എ ടോപ്പിക് ദാറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. എനിക്ക് പാഷനറ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിൻ്റെ മെയിൻ ഒരു കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് ഐ ഡോണ്ട് വാണ്ട് എവ്രിവൺ ടു ബി തിങ്കിങ് അബൌട്ട് മണി ആൻഡ് ലൈക്ക് കിടക്കുമ്പം ഒരു സമാധാനമായിട്ട് കിടക്കണം. ആൻഡ് US പ്രത്യേകിച്ച് ദർ ആർ ലോട്ട് ഓഫ് ടൂൾസ് നമുക്ക് എക്വിപ്പ് ചെയ്യാനായിട്ട് വേർ വി ക്യാൻ അച്ചീവ് ദാറ്റ് ഫൈനാൻഷ്യൽ ഫ്രീഡം. നമ്മളൊരു 30-40 years ഒക്കെ വർക്ക് ചെയ്തിട്ട് ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം അറ്റൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ അത് 30-40 years വേണമെന്നില്ല, എന്നാലും 30-40 years പോലും വേണ്ട. നമ്മൾ ചില ഇൻ സം സിറ്റുവേഷൻസ് നമുക്ക് അതിന് മുന്നേ തന്നെ റിട്ടയർ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ ഡിഫറെന്റ് ടോപ്പിക്. ലൈക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫറെന്റ് ദാൻ ബീങ് റിച്ച്. രണ്ട് ഡെഫിനിഷൻസ് വ്യത്യാസമാണ്. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പറയുമ്പോൾ വിത്ത് യുവർ ലിവിംഗ് സ്റ്റാൻഡേർഡ്സ്, കറന്റ് ലിവിംഗ് സ്റ്റാൻഡേർഡ് ഓർ യുവർ ഫ്യൂച്ചർ ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാനുള്ള പൈസ ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഏർണിംഗ് 5 million or 10 million or 15 million. It is very subjective. And ഇപ്പം നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം 5 million ആണെങ്കിൽ that is your financial freedom. പക്ഷെ ഫൈനാൻഷ്യൽ ഫ്രീഡം നമ്മൾ ഉദ്ദേശിക്കുന്നത് ലൈക്ക് ഇപ്പം നമുക്കൊരു ബ്രേക്ക് ഇയർ എടുക്കുക, അല്ലെങ്കിൽ യു വാണ്ട് ടു റിട്ടയർ ഏർലി, യു ഹാവ് സേവ്ഡ് ഇനഫ് ടു ഡു ദാറ്റ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ഹൈ പേയിങ് ജോബ് അല്ലാതെ വേറൊരു നോർമൽ ജോബ്, അത്ര സ്ട്രെസ് ഇല്ലാത്ത ജോബ്, ദാറ്റ് ഗിവ്സ് യു ദ ഫ്രീഡം. നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്താൽ യു വിൽ ഹാവ് ദ ഫ്രീഡം ടു ഡു ദാറ്റ്. പിന്നെ ഈ ഫൈനാൻഷ്യൽ ലിറ്ററസി, ഫൈനാൻഷ്യൽ വെഹിക്കിൾസ് ടു അച്ചീവ് ഗോൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ഞാനിവിടെ വന്ന സമയത്ത് പല കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു. ലൈക്ക് ഐ ഡെന്റ് നോ അബൌട്ട് റോത്ത് IRA, ഐ ഡെന്റ് നോ അബൌട്ട് റോത്ത് 401k. ഇൻഫാക്ട് ഹരി പറഞ്ഞപ്പോഴാണ് റോത്ത് 401k എന്നൊരു സാധനം ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. പിന്നെ അതുപോലെ HSA, FSA. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോബഡി ടെൽസ് യു. ലൈക്ക് വി ഡോണ്ട് ഹാവ് ദാറ്റ് കോൺവെർസേഷൻ. I think in US പ്ലെയിൻ സൈറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് പെട്ടെന്ന് കുറവാണെന്ന് തോന്നുന്നു. ആകെ നമുക്ക് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് മാത്രമേ ഉള്ളൂ, അത് 401k മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. കമ്പയർ ടു ഇന്ത്യ, നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്ന കാരണം ഇന്ത്യയിൽ കുറച്ചും കൂടിയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉള്ളതായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ PF ഉണ്ട്, EPF ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അതൊക്കെ ഒത്തിരി മെയിൻ സ്ട്രീം ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ടാണ് എടുക്കുന്നത്. ഇവിടെ ഞാൻ ആദ്യം വന്നപ്പോൾ അറ്റ്ലീസ്റ്റ് ഫോർ മീ
എല്ലാവരും പ്ലെയിൻ സൈഡിൽ ഉണ്ടായിരുന്നില്ല. അത് കുറച്ച് ഡിഗ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ HSA, FSA, പിന്നെ റിയംബേഴ്സ്മെന്റ് അക്കൗണ്ട്, അങ്ങനെ 2-3 അക്കൗണ്ട്സ് അതൊക്കെ പതുക്കെ പതുക്കെയാണ് പൊങ്ങുക. I don't know if everybody is actually making use of it. ലൈക്ക് ഞാൻ ഇപ്പം ഹരിയോട് സംസാരിക്കുമ്പോൾ വി ബോത്ത് നോ ദീസ് ടോപ്പിക്സ്, നമുക്കറിയാം നമ്മൾ അത് ഉപയോഗിക്കണമെന്ന്. പക്ഷേ ലോട്ട് ഓഫ് പീപ്പിൾ ഡോണ്ട് യൂസ് ദിസ്. ലൈക്ക് HSA എന്നൊക്കെ പറയുമ്പം ഹരിയെ ഞാൻ ഇതുവരെ കൺവിൻസ് ചെയ്തിട്ടില്ല HSA ഒരു നല്ല സാധനമാണെന്ന്. അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഇച്ചിരി കുറവാണ്, ഐ നോ ദാറ്റ്. പക്ഷേ ഫോർ മീ ലൈക്ക് HSA ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ മാക്സ് ഔട്ട് ചെയ്താലും ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. കാരണം അറ്റ് സം പോയിന്റ് ഇൻ യുവർ ലൈഫ് നമുക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വരും, അതിന് HSA is going to be very great. Also HSA നമ്മൾ we'll talk about that later. പക്ഷേ HSA റിട്ടയർമെന്റ് കഴിഞ്ഞ് you can withdraw it penalty free. Like there is no penalty on withdrawal റിട്ടയർമെന്റ് കഴിഞ്ഞ്. So there's no downside of investing to Okay, so for clarity, HSA എന്ന് പറഞ്ഞാൽ ഹെൽത്ത് സേവിങ്സ് അക്കൗണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി നമ്മൾ അടുത്ത സ്ലൈഡ്സിൽ സംസാരിക്കും. എന്താണ് HSA, എന്താണ് FSA, എന്താണ് ബാക്കിയുള്ള 401k അക്കൗണ്ട്സ്, വേറെ ഓപ്ഷൻസ് എന്താണ്. അത് പ്രോബ്ലി സെക്കൻഡ് സെഷനിൽ നമുക്കത് കവർ ചെയ്യാം. പിന്നെ ഉള്ളത് പീസ് ഓഫ് മൈൻഡ്. എനിക്ക് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് സമാധാനമായിട്ടിരിക്കണം. ഐ ഡോണ്ട് വാണ്ട് ടു ബി തിങ്കിങ് അബൌട്ട് അയ്യോ ഹാവ് ഐ സേവ്ഡ് ഇനഫ് മണി, ഡു ഐ ഹാവ് ഇനഫ് ഫോർ റിട്ടയർമെന്റ്, പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കാനുള്ള പൈസ ഉണ്ടോ, ലൈക്ക് അത് ദാറ്റ് ഷുഡന്റ് ബി എ കൺസേൺ, റൈറ്റ്? സോ വി വാണ്ട് ടു പ്രിപ്പയർ ഫോർ ദാറ്റ്. പിന്നെ എനിക്കതിന് US വന്ന് എനിക്ക് ഫസ്റ്റ് 2 years ഭയങ്കര ആങ്സൈറ്റി ഉണ്ടായിരുന്നു, ഈ പീസ് ഓഫ് മൈൻഡ് ആങ്സൈറ്റി. കാരണം നമ്മൾ പുതിയൊരു കൺട്രിയിലേക്ക് വന്നതാണ്, നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ടിങ് ബ്ലാങ്ക്, അപ്പൊ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും ഫ്രീഡം ഒന്നും ഇല്ല. അതായത് 2 yearsന് ശേഷമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വന്നു തുടങ്ങിയെന്ന് മനസ്സിലാവുമ്പോൾ സ്ലൈറ്റ് പീസ് ഓഫ് മൈൻഡ്. US സ്റ്റാൻഡേർഡ്സിൽ ഇപ്പോഴും പീസ് ഓഫ് മൈൻഡ് ആയിട്ടില്ല. വി ക്യാൻ ഡിസ്കസ് മോർ അബൌട്ട് ഇറ്റ്. ഇന്ത്യൻ റുപ്പീസോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഐ തിങ്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ ജേർണിയിലാണ്, ആ ജേർണി കുറച്ച് ടൈം എടുക്കും. I mean that's one thing, like എല്ലാവരും is on different parts of their journey. ഇപ്പം ഹരിയുടെ ജേർണി അല്ല എൻ്റെ ജേർണി. Like we are definitely in different places in terms of financial independence, and Hari's idea of financial independence might be different from my idea of financial independence. ഓക്കെ, പിന്നുള്ള കാര്യം സ്കാംസ് ആൻഡ് മേക്കിംഗ് ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്. അത് വളരെ വലിയൊരു കാര്യമാണ്. അതായത് ഐ റിമെമ്പർ ഞാൻ സൈപ്രസ് ആയിരുന്ന സമയത്ത് വി ഹേർഡ് അബൌട്ട് ദിസ് ഡീൽ വെയർ നെറ്റ്ഗിയർ വാസ് ഗോയിങ് ടു ബി സോൾഡ് ഓർ ബോട്ട് ബൈ അനദർ കമ്പനി, ആൻഡ് നമ്മളെല്ലാവരും പറയാം അത് നമുക്ക് മേടിക്കാൻ, സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടുമെന്ന്. ദോസ് ആർ റിയലി ബാഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസസ്, റൈറ്റ്? ഒന്ന് ഇറ്റ് ഇസ് ലൈക്ക് ഇൻസൈഡർ ട്രേഡിങ്. പക്ഷെ രണ്ടാമത്തെ കാര്യം ഇറ്റ്സ് നോട്ട് റിയലി എ ഗുഡ് അഡ്വൈസ്. ലൈക്ക് ഒരാൾ പറഞ്ഞത് കേട്ട് നമ്മളത് ചെയ്യാൻ പാടില്ല. വേറൊരു വലിയൊരു സ്കാം ആയിരുന്നു ബിറ്റ് കോയിൻ. എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോഴും ചിലവർ വിശ്വസിച്ചിരിക്കുന്നത് ബിറ്റ് കോയിൻ അത് തിരിച്ചു വരും എന്നാണെന്ന് വിശ്വാസം. പക്ഷേ ഐ നോ ഇറ്റ്സ് എ സ്കാം ആൻഡ് ഇറ്റ്സ് മോർ ഓർ ലെസ് ബീൻ പ്രൂവൺ ടു ബി എ സ്കാം. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ലൈക്ക് ഇഫ് യു നോ അബൌട്ട് ദിസ്, ഇഫ് യു റീഡ് അബൌട്ട് ദിസ്, യു ക്യാൻ അവോയ്ഡ് ദാറ്റ്. അതല്ലെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ അത് ഗാംബ്ലിംഗ് ആണ്. അല്ലെ, നമ്മൾ സ്പെക്കുലേഷനിൽ വെച്ചിട്ട് ഇത് മുകളിലേക്ക് പോകും, എന്തുകൊണ്ട് മുകളിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഹോപ്പ് ആണെന്ന് പറയരുത്. ഇല്ല, ഐ തിങ്ക് ബിറ്റ്കോയിൻ ഇസ് ഗോയിങ് ടു ബി ദ ഫ്യൂച്ചർ. ആ സ്പെക്കുലേഷൻ നമുക്ക് ചെയ്യുന്നത് നല്ലതല്ല. ഇഫ് യു വാണ്ട് ടു ഗാംബിൾ, യെസ്, ഗാംബിൾ, ആ പൈസ പോയി വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. നമ്മളെപ്പോഴും സംസാരിക്കുമല്ലോ, നിങ്ങൾക്ക് യു ആർ അലൗഡ് ടു ഗാംബിൾ, പക്ഷേ നിങ്ങൾക്ക് ലൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള പൈസ, ലെറ്റ്സ് സേ ഇറ്റ്സ് ഒരു $5,000 വർഷം, നിനക്ക് യു വാണ്ട് ടു ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ ടു സം ഹൈലി വോളറ്റൈൽ, highly speculative stock. നിനക്ക് if you are able to spend that 5,000, definitely do that. Like nobody's stopping. I think it's a slight variation of trading. ട്രേഡിംഗിൽ ഒരു പരിധി വരെ സ്പെക്കുലേഷൻ ആണ്. ടെക്നിക്കൽ ചാർട്ട് നോക്കിയിട്ട് ഹിസ്റ്ററി വിൽ റിപ്പീറ്റ് ഇറ്റ് സെൽഫ്. ഈ സ്റ്റോക്ക് ഈ പ്രൈസ് പോയിന്റിൽ നിന്ന് ആ പ്രൈസ് പോയിന്റിലേക്ക് എത്തും എന്നുള്ളതാണ് ട്രേഡിംഗ്. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി കമ്പനിനെ മനസ്സിലാക്കി, അതിന്റെ ബിസിനസ് ഫണ്ടമെന്റൽസ് മനസ്സിലാക്കിയിട്ട് ഈ സ്റ്റോക്ക് ഇത് കഴിഞ്ഞ് ഇവിടെ എത്തും, കാരണം അതിന്റെ ഇത്ര റവന്യൂ വരാനുണ്ട്, അല്ലെങ്കിൽ ഇത്ര ക്ലയൻസിനെ ഓൺബോർഡ് ചെയ്യാൻ പോകുന്നുണ്ട്, അങ്ങനെ കുറച്ചും കൂടി ഇൻഡെപ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന അതാണ് ഇൻവെസ്റ്റ്മെന്റ്സ്. I don't think Bitcoin have that version at this point. അതിനെക്കുറിച്ച് we'll talk about all of these highly speculative, അതൊരു ടോപ്പിക് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നുള്ള this is very important to me also, generational wealth. ഇപ്പം നമ്മുടെ ചിലപ്പോൾ ഒക്കെ ആലോചിക്കും നമ്മുടെ ജനറേഷന് വേണ്ടി മാത്രം പൈസ മതി. പക്ഷേ വി ഷുഡ് തിങ്ക് അബൌട്ട് അവർ ഫ്യൂച്ചർ ഓൾസോ. ലൈക്ക് നമ്മുടെ പിള്ളേരും അവരുടെ പിള്ളേരും, ലൈക്ക് യു ഹാവ് ദി ഓപ്പർച്യൂണിറ്റി, യു ഷുഡ് തിങ്ക് അബൌട്ട് ദാറ്റ്. ആൻഡ് അത് വെച്ച് റിലേറ്റഡ് ആയിട്ട് യു ഹാവ് ടു ക്രിയേറ്റ് ലൈക്ക്
ഇപ്പോൾ ഒരു വില്ല് ക്രിയേറ്റ് ചെയ്യുക, എസ്റ്റേറ്റ് പ്ലാനിങ്, ഓൾ ഓഫ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ടിപ്പിക്കലി ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ ആരും അത് ആലോചിക്കുന്നില്ല. നോബഡി തിങ്സ് അബൌട്ട് ദാറ്റ്. ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നമ്മുടെ വെൽത്ത് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ ടാക്സബിൾ ഇവൻറ്റ്. ഇഫ് യു ഡോണ്ട് വാണ്ട് ഇറ്റ് ടു ബി എ ടാക്സബിൾ ഇവൻറ്റ്, നമ്മൾ കുറേ ഐദർ യു പുട്ട് ഇറ്റ് ഇൻ ടു എ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം. ആൻഡ് വി ഹാവ് ടു ടോക്ക് അബൌട്ട് ദാറ്റ്. അതിന് ട്രസ്റ്റ് യൂസ് ചെയ്യുന്ന, അതായത് മെയിൻ അഡ്വാൻറ്റേജ് നമ്മുടെ കിഡ്സിനോ ഡിസെൻഡൻസിനോ നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് ഇത് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളത്. ഐ തിങ്ക് US ട്രസ്റ്റ് ബേസ്ഡ്, ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ട് അവരാണ് അത് മെയിൻറ്റെയിൻ. അതൊക്കെ നോമിനൽ മെയിൻ്റെനൻസ് ഫീസ് ഉണ്ടാവും. ബട്ട് എൻഡ് ഓഫ് ദ ഡേ യു ക്യാൻ ട്രാൻസ്ഫർ ഇറ്റ് ടാക്സ് ഫ്രീ. നമ്മളൊരു വീട് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി മേടിച്ചു, ആ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി 1 million അപ്രീഷിയേറ്റ് ചെയ്തു ഡൗൺ ദ ലൈൻ ഇൻ 20 to 30 years. ആ 30 years നമ്മളത് നമ്മുടെ കുട്ടികൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ they have to pay, I think, capital gain tax 15-20%. 200K ചിലപ്പോൾ ആ സമയത്ത് അവർക്ക് 200K അഫോർഡ് ചെയ്യണമെന്നില്ല. they might be broke. നമുക്ക് ഒരു വീട് കൊടുക്കണമെന്നുണ്ട്, but they are broke, they can't take it. അപ്പൊ അങ്ങനൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ട്രസ്റ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നത്. So അതൊക്കെ still down the line, but still you should start thinking about it and planning for that. വേറൊരു ബിഗ് പ്രോബ്ലം എന്ന് വെച്ചാൽ, ലെറ്റ് സേ ഓക്കെ, വേഴ്സ്റ്റ് കേസ് സിനാരിയോ യു പാസ് അവേ വിത്തൗട്ട് ഹാവിങ് എ വിൽ ഓർ സംതിങ്. പിന്നെ നമ്മുടെ ഡിപ്പെൻഡൻസിന് ആ പൈസ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അൺലെസ് ദേ ആർ എ നോമിനി, ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഫോർ ദം. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വി ഷുഡ് ടേക്ക് കെയർ. ലാസ്റ്റ് തിങ്, ലൈക്ക് നമ്മൾ ഇതുവരെ നമ്മുടെ ഇന്ത്യൻ മെന്റാലിറ്റിയിൽ പഠിച്ചു വെച്ച കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, പൈസ സേവ് ചെയ്യുക, നമ്മൾ സെറ്റ് ഫോർ ലൈഫ്. നോ, ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട്. You have to invest your money. ഒന്നാമത് ഇൻഫ്ലേഷൻ കാരണം യു ആർ എറോഡിങ് യുവർ വെൽത്ത്. സോ യു ഹാവ് ടു ഇൻവെസ്റ്റ് യുവർ മണി. പിന്നുള്ളൊരു കാര്യം, ഹോം ഇസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ചില ആൾക്കാർ, വി ആർ ടോക്കിംഗ് ടു അവർ ഫൈനാൻഷ്യൽ അഡ്വൈസർ, ഞങ്ങൾ പറഞ്ഞു വീട് വേണമെങ്കിൽ മേടിക്കാം, പക്ഷേ ഹീ സെഡ് യു വിൽ ബി ഹൗസ് റിച്ച് ക്യാഷ് പുവർ. ഒരു വലിയ വീട് കാണും, പക്ഷേ നമുക്കൊരു ക്യാഷ് ഫ്ലോ കാണത്തില്ല. സോ അങ്ങനത്തെ കുറേ, ബട്ട് നമ്മുടെ ഇന്ത്യൻ മെൻറ്റാലിറ്റിയിൽ ഒരു വീട് മേടിച്ചത് ഇറ്റ്സ് ലൈക്ക് ഒരു സൈൻ ഓഫ് സക്സസ്, ലൈക്ക് യു ഹാവ് മെയ്ഡ് ഇറ്റ്. പക്ഷേ ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റും കോസ്റ്റ് ഓഫ് എ ഹോം ഇൻ സം ഹൈ കോസ്റ്റ് ഓഫ് ലിവിങ് ഏരിയാസ്, ഇറ്റ് ആക്ച്വലി മേക്ക് സെൻസ് ടു റെന്റ്. സോ അങ്ങനത്തെ കാര്യങ്ങൾ യു ഷുഡ് ബ്രേക്ക് ദോസ്, ലൈക്ക് നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ച കാര്യങ്ങൾ ആൻഡ് ലേൺ ന്യൂ. എനിക്ക് നമ്മുടെ കൾച്ചറിൽ നമ്മൾ റെന്റിന് താമസിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സൈൻ ഓഫ് ഫെയിലിയർ. നിങ്ങൾ ഇപ്പോഴും റെന്റിലാണ് താമസിക്കുന്നത്. നമ്മളെ പ്രത്യേകിച്ച് കല്യാണാലോചനയൊക്കെ വരുമ്പോൾ പറയില്ലേ, അവർക്ക് വാടക വീടേ ഉള്ളൂ, അവർക്ക് സ്വന്തമായിട്ട് വീടൊന്നും ഇല്ല എന്ന് പറയും. കാരണം നമ്മുടെ അവിടെ സക്സസ് മെഷർ ചെയ്യുന്നത് എത്ര വലിയ വീട് വെച്ചു എന്നുള്ളതാണ്. അതും ഏറ്റവും വലിയ വീട് വെക്കാൻ പോകുന്നത് റിട്ടയർമെന്റ് സമയത്തായിരിക്കും. റിട്ടയർമെന്റ് കഴിഞ്ഞാൽ വീട് കംപ്ലീറ്റ് റിനോവേറ്റ് ചെയ്ത് വലിയൊരു വീട് മേടിക്കും. ഐ തിങ്ക് ഹിയർ ഇറ്റ്സ് ഓപ്പോസിറ്റ്, റൈറ്റ്? അവര് റിട്ടയർ ആകുമ്പോൾ അവര് വലിയ വീട് ഡൗൺ സൈസ് ചെയ്യും. കാരണം പ്രോപ്പർട്ടി ടാക്സ് കുറയും, മെയിൻ്റെനൻസ് കുറയും, ഹൗസ് മെയിൻ്റെനൻസ്, റിപ്പയർസ്, എല്ലാ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി അവർ ഡൗൺ സൈസ് ചെയ്യാണ് പൊതുവെ ചെയ്യുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് കൾച്ചറൽ ഡിഫറൻസസ്. ദെയർസ് നോ ഹാം ഇൻ ഡൂയിങ് ദിസ് ഇഫ് യു ഹാവ് ക്യാഷ്. Definitely go for it. അതെ, പക്ഷേ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇൻ സം സിറ്റുവേഷൻസ് റെന്റ് ചെയ്യുന്നത് മൈറ്റ് ബി ബെറ്റർ ദാൻ ബൈങ്. സോ അത് നിങ്ങൾ യു ഷുഡ് ഡു ദ കോസ്റ്റ് ബേസിസ് അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് യു ക്യാൻ ടേക്ക് എ ഡിസിഷൻ. അപ്പോൾ എൻ്റെ ലൈക്ക് ഓക്കെ, ഇത് ഞാനും ഹരിയും സാൻ ഫ്രാൻസിസ്കോ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫോട്ടോ ആണ്. ഐ തിങ്ക് നമ്മൾ ഏകദേശം എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ 2 ആഴ്ചയും സംസാരിക്കുന്നത് ഒരു 30-40 minutes സംസാരിക്കുന്നത് പൈസയെ കുറിച്ച് അറിയാം. എങ്ങനെ പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ബെറ്റർ ആക്കാം. ലൈക്ക് ആക്ച്വലി പൈസ ഉണ്ടാക്കാന്നുള്ള, പൈസ ഉണ്ടാക്കാൻ ഐ ഡോണ്ട് തിങ്ക് എനിക്ക് അതിലും മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം ഇല്ല. ആകെ ഒറ്റ സോഴ്സ് ഓഫ് ഇൻകം ഉള്ളൂ. ആ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളതാണ് കൂടുതൽ ഡിസ്കഷൻ. അപ്പോൾ എൻ്റെ മോട്ടിവേഷൻ ഫോർ ദിസ് ഇസ് ബേസിക്കലി ടു എക്വിപ്പ് യു വിത്ത് ദ ടൂൾസ്. ലൈക്ക് ഇങ്ങനെയൊക്കെ ടൂൾസ് അവൈലബിൾ ആണ്. ലൈക്ക് ഐ വാണ്ട് ടു റീഡ് അപ്പോൺ ദോസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഓക്കെ, ഇപ്പോൾ റോത്ത് ഐആറെ കുറിച്ച് പറഞ്ഞു, അതെന്താണ്, ലൈക്ക് ഹൗ ഡു ഐ ഇൻവെസ്റ്റ് ഇൻ റോത്ത് ഐആർ, വാട്ട് ഷുഡ് ഐ ഇൻവെസ്റ്റ് ഇൻ റോത്ത് ഐആർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. HSA കുറിച്ച് പറഞ്ഞു, അതെന്താണ്. ആൻഡ് in the outcome, what I want is have a better idea of all the financial vehicles available in the US, and നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക, ലൈക്ക് to learn more, and just want to motivate you to do that. ഹരിക്ക് എന്താണ് മോട്ടിവേഷൻ? മോട്ടിവേഷൻ എന്താ, എനിക്ക് പീസ്ഫുൾ ആയിട്ട് റിട്ടയർ ചെയ്യാം. ആൻഡ് ഐ വാണ്ട് ടു റിട്ടയർ ഏർലി. ഐ മീൻ ലൈക്ക് എനിക്ക് തോന്നുന്നില്ല എനിക്ക് 65 വരെ ഒരു ഹൈ ടെൻഷൻ ജോബ് എടുക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കറന്റ്ലി ഐ മീൻ സ്ലൈറ്റ്ലി ഹൈ ടെൻഷൻ ജോബ്. എല്ലാ ദിവസവും
അങ്ങനെ എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. Right. മേ ബി 40-45. Yeah. പിന്നെ ആക്ച്വലി എനിക്ക് തോന്നുന്നില്ല ഞാൻ ജോലി കംപ്ലീറ്റ്ലി നിർത്തും എനിക്ക് Exactly. Yeah. തോന്നുന്നില്ല. റിട്ടേൺ Yeah. ലൈക്ക് Like നമ്മൾക്ക് ഹൈ ടെൻഷൻ ജോബ് വിട്ടിട്ട് ഒരു ലോ ടെൻഷൻ ജോബ് exactly. Yeah. Like കൂടുതൽ സമയം. that is that is still financial freedom. Like you have the option to ഒരു high tension job in മാറി low tension job. You can still maintain യെസ്. quality of life. അതാണ് അവിടുത്തെ മെയിൻ ഫാക്ടർ. ലോ ടെൻഷൻ ജോബ് ചെയ്യുന്ന സാലറി കുറഞ്ഞാലും നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ചേഞ്ച് ചെയ്യാതിരിക്കും. മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. കറക്റ്റ്. പക്ഷെ നമ്മൾ കോൺസ്റ്റന്റ്ലി നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂട്ടണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ചിലപ്പോൾ റിട്ടയർമെന്റ് നല്ല ഓപ്ഷൻ ആയിരിക്കില്ല. ബട്ട് ദാറ്റ് നീഡ് സ്ട്രിക്ട് പ്ലാനിങ്. റൈറ്റ്. ഒരുപാട് ക്യാഷ് റിസർവ് വേണം കറക്റ്റ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മുന്നേ കൊണ്ടുപോകാൻ. അപ്പം ഐ തിങ്ക് നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലോട്ട് കടക്കാം. ആൻഡ് നമ്മൾ ഏതൊരു ഫൈനാൻഷ്യൽ പ്ലാൻ എടുത്ത് പോയാലും ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ് ദേ ടോക്ക് അബൌട്ട്. അപ്പം നമ്മൾ ഇത് തന്നെ ആദ്യത്തെ ടോപ്പിക്കായിട്ട് പറയുന്നുണ്ട്. ഹരി, യു ക്യാൻ സ്റ്റാർട്ട്. യെസ്. നമ്മൾ ഏത് ഫിനാൻഷ്യൽ പ്ലാൻ എടുത്ത് പോക്കോ, നമ്മുടെ ഫേമസ് ഡേവ് റാംസിക്ക് പോക്കോ, എല്ലാവരും ആദ്യം പറയുന്ന ബേബി സ്റ്റെപ്പ് എമർജൻസി ഫണ്ട്. ഫസ്റ്റ് ബിൽഡ് എമർജൻസി ഫണ്ട് ബിഫോർ ഇൻവെസ്റ്റിംഗ്. എന്റെ ഒരു കാഴ്ചപ്പാടില് എമർജൻസി ഫണ്ട് എന്ന് പറയുമ്പോൾ ഒരു 3 to 6 months ഓഫ് നമ്മുടെ മന്ത്ലി എക്സ്പെൻഡിച്ചർ. ആ മന്ത്ലി എക്സ്പെൻഡിച്ചറിൽ നമ്മുടെ EMI പെടും, നമ്മുടെ കിഡ് ഡിപെൻഡൻസിന്റെ കോസ്റ്റ് ഉണ്ട്, നമ്മുടെ ഗ്രോസറി കോസ്റ്റ് ഉണ്ട്. ഇഫ് യു ഹാവ് എ ബഡ്ജറ്റ്, ഇഫ് യു ട്രാക്ക് യുവർ ബഡ്ജറ്റ്, ലുക്ക് അറ്റ് വാട്ട് ഈസ് യുവർ മന്ത്ലി എക്സ്പെൻസ്. ഫോർ എക്സാമ്പിൾ $5,000 ആണെങ്കിൽ എമർജൻസി ഫണ്ട് അറ്റ്ലീസ്റ്റ് 15K to 30K നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പൊ നമ്മൾ ചോദിക്കുമോ ഇതിനാണ് ഇത്രയും ക്യാഷ് നമ്മുടെ കയ്യിൽ വെറുതെ വെക്കുന്നതിനാണ്. കാരണം നമുക്ക് എന്തെങ്കിലും എമർജൻസീസ് വരാം, നമ്മുടെ ജോബ് പെട്ടെന്ന് പോയി, നമ്മൾ അടുത്ത ജോബ് നമുക്ക് ഒരു മാസം കൊണ്ട് കിട്ടണമെന്നില്ല. റൈറ്റ്? ജോബ് മാർക്കറ്റ് അനുസരിച്ച് ഇപ്പോഴത്തെ കറന്റ് ജോബ് മാർക്കറ്റിൽ ഈവൻ ഗോ ബിയോണ്ട് 6 months, ബട്ട് ഓൺ ആൻ ആവറേജ് ചിലപ്പോൾ ഒരു 3 to 6 months എടുക്കും. അല്ലെങ്കിൽ മെഡിക്കൽ എമർജൻസി വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എമർജൻസി വന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സിനെ ടച്ച് ചെയ്യാതിരിക്കാം. കാരണം വെച്ചാൽ ആ ഇൻവെസ്റ്റ്മെന്റ്സ് ചിലപ്പോ എസ്പെഷ്യലി കോവിഡ് ടൈമിൽ നമുക്കൊരു ജോലി പോയി. പക്ഷെ കോവിഡ് ടൈമിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇനീഷ്യലി ഒരുപാട് ഇടിഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റോക്സ് വിൽക്കാൻ പറ്റില്ല. വിറ്റ് കഴിഞ്ഞാൽ അത് നഷ്ടമാണ്, കാരണം അത് പിന്നെ മുകളിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, ബട്ട് വി സ്റ്റിൽ ഹാവ് എ പീസ് ഓഫ് മൈൻഡ്. നമ്മുടെ മന്ത്ലി എക്സ്പെൻസസ് ഒക്കെ എങ്ങനെ മുന്നേ പോവാം, അതിനാണ് നമ്മൾ യൂഷ്വലി എമർജൻസി ഫണ്ട് യൂസ് ചെയ്യേണ്ടത്. അത് ഇറ്റ്സ് എ നെസസിറ്റി. അതായത് എന്താ പറയുക, അത് ഓപ്ഷണൽ ആയിട്ട് ഒരിക്കലും കാണരുത്. ആക്ച്വലി അത് ഒരു ഫാക്റ്റാണ്. ലൈക്ക് ഞാനും ഐ നെവർ തോട്ട് അബൌട്ട് എമർജൻസി ഫണ്ട്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ബിക്കോസ് ഞാൻ ചോദിച്ചാൽ ഓക്കെ നമ്മുടെ സ്റ്റോക്ക് വിറ്റിട്ട് നമുക്ക് ചെയ്യാമല്ലോ. പക്ഷെ അത് ഫാക്ട് ചിലപ്പോൾ നമ്മുടെ എമർജൻസി വരുന്നത് ഇതുപോലെ കോവിഡ് സമയത്തായിരിക്കും. അപ്പോൾ ഈ കോവിഡ് സമയത്ത് ഐ തിങ്ക് സ്റ്റോക്സ് വെന്റ് ഡൗൺ 40%, ലൈക്ക് S&P 40%. Yeah, 30% ആയിരുന്നു bottom. 30% down പോയി. Nasdaq almost 40% ഒക്കെ പോയെന്ന് തോന്നുന്നു. സോ അത്രയും താഴോട്ട് പോയി കിടക്കുന്ന സാധനം വിൽക്കുന്നെങ്കിൽ യു ആർ മേക്കിംഗ് എ ലോസ് ദർ ആൻഡ് യു കനോട്ട് റീകൂപ്പ് ദാറ്റ് ലോസ്. കാരണം ആ പൈസ നീ വിഡ്രോ ചെയ്തു, യു ആർ നോട്ട് അലവിങ് ഇറ്റ് ടു ഗ്രോ. സോ ദാറ്റ് ഇസ് വൺ തിങ്. രണ്ടാമത്തെ കാര്യം ടൈം. ലൈക്ക് ചിലപ്പോൾ ഈ സ്റ്റോക്സ് ഒക്കെ വിറ്റിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വരാനായിട്ട് മൈ ടേക്ക് എ കപ്പിൾ ഓഫ് ഡേയ്സ്. അപ്പോൾ ആ സമയത്ത് നമുക്കിപ്പം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് ബോറോ ചെയ്യുന്ന ഒരു ഓപ്ഷൻ അല്ല. ലെറ്റ്സ് സേ ഇറ്റ്സ് നോട്ട് എൻ ഓപ്ഷൻ. ദെൻ വേർ ഡു യു ഗെറ്റ് ദാറ്റ് മണി ഫ്രം? ലൈക്ക് പെട്ടെന്നൊരു 20K നമുക്ക് റേസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർ ആർ യു ഗോയിങ് ടു റേസ് ഇറ്റ് ഫ്രം? ഇറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് എ വീക്ക്. സ്റ്റോക്ക് ക്ലിയർ ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വരെ ഇറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 3-4 days. സോ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എമർജൻസി ഫണ്ട്സ്. നമുക്ക് ക്രെഡിറ്റ് കാർഡ്സ് അതിന്റെ ഒരു ഹെഡ്ജിങ് ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ക്രെഡിറ്റ് കാർഡ് നമ്മൾ ചെയ്തിട്ട് നമുക്ക് പിന്നെ പക്ഷെ വേറെ ചില സിറ്റുവേഷൻസ് വരും, നമുക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാം നമ്മുടെ ഇൻ ഹാൻഡ്. അതാണല്ലോ എമർജൻസി എന്ന് പറയുന്നത്. ക്രെഡിറ്റ് കാർഡ് പേ ചെയ്യാന്ന് പറയുമ്പോൾ ലിറ്റിൽ മച്ച് ഓർഗനൈസ്ഡ്. നമ്മൾ അൺഎക്സ്പെക്ടഡ് എമർജൻസീസ് വരുമ്പോഴാണ് കുറച്ച് ക്യാഷിന്റെ ആവശ്യം നമുക്ക് എപ്പോഴും വരുന്നത്. ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡ് മാക്സ് ഔട്ട് ആയിട്ടിരിക്കും, ഒരു ക്രെഡിറ്റ് കാർഡ് കയ്യിലുള്ളൂ. അപ്പോ നമുക്ക് പക്ഷെ ഒരു 10,000 15,000 ആവശ്യമുണ്ട് ഇപ്പൊ കൊടുക്കാനുള്ളത്. നമ്മൾ എങ്ങനെ റേസ് ചെയ്യാന്നുള്ളതാണ്. വി കാനോട്ട് ഡിഫൈൻ വാട്ട് ഈസ് എമർജൻസി. അത് ഓരോരുത്തർക്കും പല പല സിറ്റുവേഷൻസ് ആണ്. അല്ല, സോ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കളക്റ്റീവായിട്ട് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഓൾവേസ് ഹാവ് ലൈക്ക് ഒരു 3 to 6 months ഓഫ് എമർജൻസി ഫണ്ട്സ്. ലൈക്ക് ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് ദാറ്റ്. ജസ്റ്റ് ടു ബി ട്രാൻസ്പെറന്റ്, എനിക്കിപ്പോ അതില്ല. ഞാനത് ബിൽഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. എനിക്ക് ഐ ലോസ്റ്റ് ഇറ്റ്. എനിക്ക് ഹാർഡ്ലി 2 months ഉള്ളൂ. ഞങ്ങൾ ഈ ഇടയ്ക്ക് ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറിനോട് സംസാരിച്ചു തുടങ്ങി. അങ്ങനെ വഴക്ക് പറഞ്ഞ് ഞാൻ കുറേ സ്റ്റോക്കൊക്കെ വിറ്റ് ഐ പുട്ട് ഇറ്റ് ഇൻ ടു ലൈക്ക് അത് ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്തു. അങ്ങനെ പറഞ്ഞു എന്ത് ചെയ്താലും എമർജൻസി ഫണ്ട് വേണം മോനെ എന്ന് പറഞ്ഞു.
എമർജൻസി ഫണ്ട് ഇല്ലാണ്ട് നടക്കില്ല. യെസ്, എനിക്കൊരു മിനിമം ത്രീ എക്സ് ഉണ്ടെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് എക്സാക്ട്ലി. ഇരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് 2x ആണ്, 2x ഒന്ന് ഗ്രോ ചെയ്യണം. ആ, ബാക്കി പറഞ്ഞോളെ, ബിൽഡിംഗ് ദ എമർജൻസി ഫണ്ട്. യാ, ബിൽഡിംഗ്. ഓക്കെ, സോ ഹൗ നമ്മൾ ആദ്യം ഇപ്പൊ ഞാൻ ആദ്യം ഇവിടെ US വന്നപ്പോൾ എൻ്റെ ഓഫ്കോഴ്സ് നമ്മൾ സ്റ്റാർട്ടിങ് ഫ്രഷ്, നമ്മൾ എമർജൻസി ഫണ്ട് ഉണ്ടാവണമെന്നില്ല, നമ്മൾ എപ്പോഴും സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് അതിൽ നമ്മൾ വി ഹാവ് ടു കോൺഷ്യസ്ലി പുട്ട് സം എഫേർട്ട് ആൻഡ് കോൺട്രിബ്യൂട്ട്. നമ്മുടെ സെയിം അക്കൗണ്ടിൽ വെക്കുന്നത് ആക്ച്വലി അത്ര നല്ല കാര്യമല്ല. നമ്മൾ എപ്പോഴും ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് അക്യുമുലേറ്റ് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി ഈസിലി ആക്സസിബിൾ ബട്ട് സെപ്പറേറ്റ്. നമ്മൾ ഒരേ അക്കൗണ്ടിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് യൂഷ്വലി ടെംപ്ടേഷൻസ് ഉണ്ടാവാം. ഓക്കെ, നമുക്ക് ഇത്രയും ക്യാഷ് ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. Ideally it should be in a different account and you have to contribute on a monthly basis, and also you have to inspect. And നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് എക്സ്പെൻസിനനുസരിച്ചിട്ടാണോ നമ്മൾ ചിലപ്പോൾ 2 കൊല്ലം മുന്നേ ക്രിയേറ്റ് ചെയ്തായിരിക്കും ആ അക്കൗണ്ട്, കുറച്ച് എമർജൻസി അക്കൗണ്ട്. ബട്ട് നമ്മുടെ ലിവിങ് എക്സ്പെൻസ് മാറി, ഒരു കുട്ടി ഉണ്ടായി, കുട്ടിക്ക് ടേക്ക് കെയർ എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ തിങ്സ് മൈ ഡൈനാമിക്കലി ചേഞ്ച് ഇൻ 1 or 2 years. അപ്പൊ അത് എന്നിട്ട് റെഗുലർലി ഇൻസ്പെക്ട് ചെയ്യാൻ. അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി ഇത് ബിൽഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എവിടെയാണ് ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ്? അല്ല, അത് ഞാൻ അതിന് മുന്നേ ഹരിയുടെ ഒരു നല്ല പോയിന്റ് ആണ്. ലൈക്ക് ചില വിൻഫോൾസ് വരുന്നത് നമുക്കത്, ലൈക്ക് ഇപ്പം ഇഫ് യു നോട്ട് ഏബിൾ ടു റെഗുലർലി കോൺട്രിബ്യൂട്ട്, ഇതുപോലത്തെ വിൻഫോൾസിനെ കുറിച്ച് പറയാം. ലൈക്ക് വിൻഫോൾസ് അതൊരു ആക്ച്വലി ഒരു വിസിൽ വേർഡ് ആണ്. എന്നാലും എനിക്ക് വേർഡ് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എടുത്തിട്ടാണ്. ലൈക്ക് ടാക്സ് റീഫണ്ട്സ്. പണ്ടേ നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടായിരിക്കും നമുക്ക് ടാക്സ് റീഫണ്ട്സ് കിട്ടുന്നത്. എനിക്ക് 2020-2020 തോന്നുന്നു, പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കുറച്ച് എമൗണ്ട് ടാക്സ് റീഫണ്ട് കിട്ടി. പക്ഷെ അത് നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്കത് നമുക്ക് വാട്ട് യു വിഷ്ഡ് ഫോർ, നമുക്ക് എന്തെങ്കിലും മേടിക്കാം, വേണമെങ്കിൽ നമുക്ക് ഐഫോൺ മേടിക്കാം, അല്ലെങ്കിൽ പ്ലേ സ്റ്റേഷൻ മേടിക്കാം. ആക്ച്വലി യു കൻ സ്റ്റിൽ ഡു ദാറ്റ്. ബട്ട് ഐഡിയലി അതിൽ നിന്ന് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും നമ്മൾ എമർജൻസി ഫണ്ടിലേക്ക് മാറ്റി വെക്കുക, അല്ലെങ്കിൽ അതിന്റെ പകുതി ഇൻവെസ്റ്റ് ചെയ്യുക. എമർജൻസി ഫണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെക്കുക. ആൻഡ് ഓൾസോ ബോണസ്, നമുക്ക് ഇയർലി ബോണസോ ചിലപ്പോൾ ഹാഫ് ഇയർലി ബോണസ് ഒക്കെ കിട്ടുമെങ്കിലും അതും ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. പെട്ടെന്ന് കുറച്ച് ക്യാഷ് വന്നു കയ്യിൽ, അത് എന്ത് ചെയ്യണം എന്നുള്ളത് ഐ വുഡ് റെക്കമെൻഡ് ചെക്കിംഗ് യുവർ എമർജൻസി അക്കൗണ്ട് ആൻഡ് ദെൻ റെസ്റ്റ് യു ഷുഡ് ഇൻവെസ്റ്റ്. പിന്നെ US ചിലപ്പോഴൊക്കെ മോസ്റ്റ് കമ്പനീസ് ഹാവ് എ ബൈ വീക്ക്ലി പേ ചെക്ക്. അങ്ങനെയാണെങ്കിൽ വർഷത്തിൽ 2 പേ ചെക്ക്, 2 മാസം യു വിൽ ഗെറ്റ് 3 പേ ചെക്സ്. സോ നമ്മൾ നോർമലി ചെയ്യുന്നത് വി ആർ സ്പെൻഡിങ് ബേസ്ഡ് ഓൺ ദോസ് 2 പേ ചെക്സ്. അപ്പോൾ ഒരു 3rd പേ ചെക്ക് വരുമ്പോഴത്തേക്ക് യു ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ടു എൻ എമർജൻസി സേവിങ്സ്. പിന്നുള്ളത് ESPP. ഐ തിങ്ക് മേ ബി ഇപ്പം സംസാരിക്കണ്ട ESPP. ഐ തിങ്ക് നമുക്ക് വിൽ ഗോ ടു ദ വേർ ടു പുട്ട് ലൊക്കേഷൻ സ്ലൈറ്റ്ലി ഇമ്പോർട്ടന്റ് ആണ്. സോ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ അറ്റ് ഹൈ ലെവൽ ഈസിലി ആക്സസിബിൾ ആയിരിക്കണം. ചിലപ്പോ നമ്മൾ പറയുന്നത് എന്റെ വീടിന്റെ അടുത്ത് ഒരു ചേസിന്റെ ബാങ്കും ഉണ്ട്, എന്റെ വീടിന്റെ ദൂരെ ഒരു വെൽസ് ഫാർഗോ ഉണ്ട്. ഐ വിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ചേസ്. കാരണം സംടൈം നമ്മുടെ എമർജൻസി വരുമ്പോൾ നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിരിക്കണം, ലിക്വിഡേറ്റബിൾ ആയിരിക്കണം. അതൊരു ഭയങ്കര ഒരു 20,000 ഫൂട്ട് എക്സാമ്പിൾ ആണ്. ഫിസിക്കൽ ബാങ്ക് തന്നെ ആവണമെന്നില്ല, ബട്ട് ദി ഐഡിയ ഇസ് നമ്മൾ ഈസിലി ആക്സസിബിൾ ആയിരിക്കണം. നമ്മൾ ട്രാവൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ 2-3 മണിക്കൂറോ ട്രാവൽ ചെയ്തിട്ട് ആയിരിക്കരുത് നമുക്ക് ആ പൈസ ആക്സസിബിൾ ആയിട്ടിരിക്കേണ്ടത്. അത് പക്ഷെ നമുക്ക് ഓൺലൈൻ ഹൈ യീൽഡ് സേവിങ്സ് അക്കൗണ്ട്സ് ഉണ്ട്, അതൊക്കെ യൂഷ്വലി നമുക്ക് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാം നമ്മുടെ ബാങ്കിലേക്കും അല്ലെങ്കിൽ വേറെ അക്കൗണ്ട്സിലേക്കൊക്കെ. ബട്ട് എസ്റ്റാബ്ലിഷ് ദാറ്റ് കണക്ഷൻ. എമർജൻസി വരുമ്പോൾ ഇതൊക്കെ എളുപ്പമാവണമെന്നില്ല, ചിലപ്പോൾ ട്രാൻസ്ഫർ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവാം, 1 or 2 days ഒക്കെ എടുക്കും. ഇപ്പം ആദ്യത്തെ എമർജൻസി റിസർവ് ഇടാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഹൈ യീൽഡ് സേവിങ്സ് അക്കൗണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു ചേസ് അക്കൗണ്ടിൽ, പ്രത്യേകിച്ച് ചേസ്, വെൽസ് ഫാർഗോ വലിയ ബാങ്കിൽ സേവിങ്സ് റേറ്റ് എത്ര? 0.1%. ചേസിന് എനിക്ക് ഒന്നും കിട്ടുന്നില്ല, എനിക്ക് 0 ആണ് തരുന്നത്. എനിക്ക് എല്ലാ വർഷവും ചേസ് എനിക്ക് വലിയ കാര്യത്തിൽ മെയിൽ അയക്കും, ഫിസിക്കൽ മെയിൽ അയക്കും. യു ഹാവ് $1 വർത്ത് ഓഫ് ഇൻട്രസ്റ്റ് അക്രൂഡ് ദിസ് ഇയർ. ഇത് നിങ്ങളുടെ ടാക്സ് റിട്ടേൺസിൽ ഫയൽ ചെയ്യണത്. അല്ല, ആക്ച്വലി നമുക്ക് അവര് ഫോം തരില്ല, കാരണം നമുക്ക് $10 മേലെ ആണെങ്കിൽ 1099 ഇൻട്രസ്റ്റ് ഫോം അവർ തരുള്ളൂ. നമ്മളിത് മാനുവലി ഇൻസ്പെക്ട് ചെയ്തിട്ട് സാധനം ചെയ്യണം. അപ്പൊ അവനൊക്കെ ഞാൻ അതുകൊണ്ട് ചേസിനോട് ഹാപ്പിയാണ്, അവർക്ക് 0 ആയി തരുന്നത്. അതുകൊണ്ട് എനിക്കത് ഹെഡേക്ക് ഇല്ല.
ഇറ്റ് ഇസ് ജസ്റ്റ് നോൺസെൻസ് ലൈക്ക് ഇവർ തരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഈവൻ ഫോർ എ സേവിങ്സ് അക്കൗണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് എൻ്റെ ക്യാഷ് ലൈക്ക് എമർജൻസി റിസർവ് എല്ലാം ഒരു ഹൈ yield സേവിങ്സ് അക്കൗണ്ട്. ഇറ്റ്സ് കോൾഡ് എൻ്റേത് ബാങ്ക് കോൾഡ് CIBC. പക്ഷേ ദർ ആർ ബെറ്റർ ഓപ്ഷൻസ്. അതിൻ്റെ അകത്ത് ലിങ്ക്ഡ് കപ്പിൾ ഓഫ് ദം ഹിയർ. ഒന്നാമത്തെ കാര്യം ദേ ആർ ഓഫറിങ് വെരി ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്സ്. ഇപ്പോഴത്തെ US ഗവൺമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയതുകൊണ്ട് ബാങ്ക്സിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും കൂടുതലാണ്. ആൻഡ് ഐ ഹവ് ഗിവൺ സം എക്സാമ്പിൾസ്. SoFi സോഷ്യൽ ഫൈനാൻസ് 4.5%, സിറ്റിസൺസ് ബാങ്ക് 4.5%, CIT ബാങ്ക് ഇസ് ഗിവിങ് ആക്ച്വലി 5.07%. അപ്പോൾ ഇതിൻ്റെ അകത്ത് അതിന് ലിങ്കും കൊടുത്തിട്ടുണ്ട് വേർ യു ക്യാൻ ചെക്ക് ഓൾ ദീസ് ബാങ്ക്സ്. ഈ ഹൈ yield സേവിങ്സ് അക്കൗണ്ടിന് ഡെബിറ്റ് കാർഡ് ഉണ്ടോ? ഇല്ല, ഡെബിറ്റ് കാർഡ് ഇല്ല. ഡെബിറ്റ് കാർഡ് ഇല്ല. ഓക്കെ, അവിടെയാണ് എന്റെ സ്ലൈറ്റ് ഓൾട്ടർനേറ്റീവ് വരുന്നത്, മണി മാർക്കറ്റ് അക്കൗണ്ട്സ്. മണി മാർക്കറ്റ് അക്കൗണ്ട്സ് ഇസ് ലൈക് വെരി സിമിലർ ടു ഹൈ yield സേവിങ്സ് അക്കൗണ്ട്, ബട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഇത്രക്ക് തരില്ല, ഇത്ര അഗ്രസീവ് അല്ല മണി മാർക്കറ്റ്. പക്ഷെ മണി മാർക്കറ്റ് അക്കൗണ്ടിൽ നമുക്ക് ഡെബിറ്റ് കാർഡ്സും ചെക്സും റൈറ്റ് ചെയ്യാം. പെട്ടെന്ന് ഒരാൾ വന്നു, അവര് ചെക്കാ ചോദിക്കുന്നത്, അതൊക്കെ എമർജൻസി വരുന്നത്. ഓക്കെ, ഐ വോണ്ട് ചെക്ക് ഓഫ് $10,000. മണി മാർക്കറ്റ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെക്ക് എഴുതി കൊടുക്കാം, പിന്നെ ATM പോയി വിഡ്രോ ചെയ്യാം. അപ്പം മണി മാർക്കറ്റ് എന്താണെന്നും കൂടെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. Money market fund is a kind of mutual fund that invests in highly liquid near-term instruments. ഈ near-term instruments എന്ന് പറയുന്നത് മോസ്റ്റ്ലി US ട്രഷറി ബോണ്ട്സ് ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് ലിക്വിഡ്. ഹരി ലാസ്റ്റ് സ്ലൈഡിനകത്ത്. സോ ഈ മണി മാർക്കറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. അതിൻ്റെ 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. VUSXX എന്ന് പറഞ്ഞ് ആൻഡ് VMFX. രണ്ടും വാൻഗാർഡിൻ്റെ തന്നെയാണ്. വൺ ഇസ് ഫെഡറൽ ഗവൺമെന്റ്, മറ്റേത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫണ്ട്. ആ ഒരു വ്യത്യാസമുണ്ട്. ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് പ്രിറ്റി ഹൈ, ലൈക്ക് 5.19% ഒക്കെയാണ് 7-day yield, വിച്ച് ഇസ് വെരി ഗുഡ്. ലൈക്ക് നമ്മൾ ക്യാഷ് എമർജൻസി റിസർവ് ആ പൈസ ചുമ്മാതെ കിടക്കുന്നത്, ലൈക്ക് ദാറ്റ്സ് വൺ ഓഫ് തിങ്സ് ഐ ഹേറ്റ്. ലൈക്ക് എല്ലാ ബുക്കിനകത്ത് വായിക്കുന്നത് മേക്ക് യുവർ ഡോളേഴ്സ് വർക്ക് ഫോർ യു. ലൈക്ക് അതായത് നമ്മൾ ഇപ്പോൾ ഒരു സേവിങ്സ് അക്കൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ദ മണി ഈസ് ദെയർ, ഇറ്റ്സ് നോട്ട് ഗോയിങ് അവേ. പക്ഷേ your money is getting eroded by inflation. Ipa inflation I think 3.5% something. 3.5 lakh ആയില്ലേ. So every year your ഇപ്പൊ $100 ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ is reduced to $97. അത് കഴിഞ്ഞിട്ടുള്ള your purchasing power is reducing with every year. അപ്പൊ നമ്മൾ എന്തിനാണ്, why should we give up that? So that's why we say always put your like savings, എമർജൻസി സേവിങ്സ്, ഇതുപോലത്തെ ഇൻട്രസ്റ്റ് ഏർണിംഗ് അക്കൗണ്ട്സ്. And again it's peace of mind. Like ഞാൻ കുറച്ച് പൈസ സ്റ്റിൽ എന്റെ ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ചേസ് അക്കൗണ്ടിൽ കുറച്ച് വെക്കും. കാരണം എനിക്ക് പെട്ടെന്ന് പോയി ഡെബിറ്റ് കാർഡ് കൊണ്ട് സ്വൈപ്പ് ചെയ്ത് എനിക്ക് കുറച്ച് പൈസ വേണമെങ്കിൽ കുറച്ച് പൈസ ഞാൻ വെക്കും. ഹൈ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഞാൻ അധികം ഇതുവരെ മാറ്റിയിട്ടില്ല, ബട്ട് ഐ വുഡ് ഹൈലി റെക്കമെൻഡ്. അതാണ് എന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഹൈ സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട്. എന്റെ ഹൈ സേവിങ്സ് അക്കൗണ്ട് ഇല്ല ഇതുവരെ. ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. വെരി ബാഡ്, വെരി ബാഡ്. എനിക്ക് റോബിൻഹുഡ് ഉണ്ട്. റോബിൻഹുഡ് ആക്ച്വലി 4.75. ദാറ്റ് സ്റ്റിൽ ഐ തിങ്ക് അവര് മണി മാർക്കറ്റിലല്ലേ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിപ്പം ലൈക്ക് എനിക്ക് ഐ പ്രിഫർ ഹൈ yield സേവിങ്സ് അക്കൗണ്ട്, കാരണം ഐ ഹാവ് ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് മൂവിങ് ദ മണി അറൌണ്ട്. ലൈക്ക് വേറെ അക്കൗണ്ടിലോട്ട് മാറ്റണമെങ്കിൽ ഇൻഫാക്ട് മോസ്റ്റ് ഓഫ് ദീസ് ബാങ്ക്സ് സപ്പോർട്ട് Zelle ഓൾസോ. അപ്പോൾ നമുക്ക് ഡെയിലി $2,000 ലൈക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇന്ത്യയില് ഞാൻ കുറച്ച് ഇന്ത്യയിൽ ഇതിന്റെ സെയിം മ്യൂച്വൽ ഫണ്ട് ഡെപ്റ്റ് അക്കൗണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ട്സ്. ഇതെല്ലാം ഇതിന്റെ ഒരു മണി മാർക്കറ്റ് പോലത്തെയാണ്. ഇത് മ്യൂച്വൽ ഫണ്ടാണ്, പക്ഷെ അതിന് 7% 8% ഒക്കെ നമുക്ക് റിട്ടേൺസ് കിട്ടും. എക്സിറ്റ് ലോഡ് ഇല്ല. എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാളെ വിഡ്രോ ചെയ്താലും നമുക്ക് പെനാൽറ്റിയോ ഫൈൻ ഒന്നുമില്ല. ബാക്കി ചില മ്യൂച്വൽ ഫണ്ട്സിനൊക്കെ കുറച്ച് ഫൈൻ ഉണ്ടാവും. I think ലോഡിങ്ങിനെ കുറിച്ച് നമുക്ക് പിന്നെ when you talk about mutual funds I think we can talk about that. പിന്നെ വേറെ 2 places where you can put your money where you can earn interest is ഒന്ന് ഐ ബോണ്ട്, ലൈക്ക് ഇൻഫ്ലേഷൻ ട്രഷറി ബോണ്ടാ. ആൻഡ് ബേസിക്കലി ഇൻഫ്ലേഷൻ എത്ര ആണോ അനുസരിച്ച് യു ആർ ഓഫേർഡ് an interest rate. So basically tracking inflation. അതിന്റെ വേരിയബിൾ, like there's a fixed and a variable component. The variable component is based on CPI. ഇൻഫ്ലേഷന്റെ ടാർഗറ്റ് അനുസരിച്ചാണ് അത് മാറുന്നത്. സോ that's a very good way to beat inflation. അല്ലെങ്കിൽ സർവൈവ് ചെയ്യാം. നമ്മുടെ പർച്ചേസിംഗ് പവർ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കും. എന്താ ഇപ്പൊ ഇൻഫ്ലേഷൻ 8% ആണെങ്കിൽ
നമ്മുടെ മണി വിൽ ഓൾസോ ഗ്രോ അറ്റ് 8% റേറ്റ്. Yeah. ബട്ട് ഹിസ് ബേസ്ഡ് എന്താ പറയുക, ഇത് പ്രാക്ടിക്കൽ ഇൻഫ്ലേഷൻ അല്ല, ഇത് ആസ് പെർ CPI റിപ്പോർട്ട് ആണ്. Yeah. പ്രാക്ടിക്കൽ ഇൻഫ്ലേഷൻ ചിലപ്പോൾ കൂടുതലായിരിക്കാം, 8%, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഡ്യൂറിങ് ഈ ഒരു പാൻഡമിക് സമയത്ത് ആൻഡ് ഇൻഫ്ലേഷൻ കൂടിയ സമയത്ത് ദീസ് ഐ ബോണ്ട്സ് ബിക്കെയിം വെരി പോപ്പുലർ. സോ ദാറ്റ്സ് വൈ വി ആർ ജസ്റ്റ് സെയിങ്, എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ല. പക്ഷേ ഇഫ് യു ഫീൽ ലൈക്ക് ദാറ്റ്സ് സംതിങ് യു കംഫർട്ടബിൾ വിത്ത്, ആകെയുള്ള പ്രശ്നം വെച്ചാൽ ദസ് എ 12-month ലോക്ക് ഇൻ പീരിയഡ്, യു ക്യാൻ വിഡ്രോ ഇറ്റ് ഏർലിയർ. പക്ഷേ 3 മാസത്തെ ഇൻട്രസ്റ്റ് ലൂസ് ചെയ്യും. There's a limit of $10,000. There's a limit of $10,000 per year. So അതും കൂടെ ആലോചിക്കുക. പക്ഷേ ദിസ് ഐ ബോണ്ട്സ് ആർ ഗുഡ് ഇൻ കേസ് ദാറ്റ് നമ്മുടെ ട്രഷറി ബോണ്ട്സ് ഇപ്പം റേറ്റ് കുറവാത്തത്, ലെറ്റ്സ് സേ ഇറ്റ്സ് ഓൺലി ഗിവിംഗ് 2%, then I bonds, if inflation is high, is a good way to invest your or keep your savings. ആകെയുള്ള പ്രശ്നം വെച്ചാൽ എവറി 3 months they change the ഇൻഫ്ലേഷൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, ബിക്കോസ് ഓബിയസ്ലി ഇൻഫ്ലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ they have to adjust as well. സോ ആ ഒരു കാര്യം മാത്രം ആലോചിച്ചിരിക്കുക. പിന്നെ the last one we want to talk about is CDs. ഹരി, സീരീസ് എന്ന് പറയുമ്പോൾ എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ ഇറ്റ്സ് ലൈക്ക് വാട്ട് ഇസ് സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്. ഇറ്റ്സ് ക്ലോസ് ടു ഒരു FD പോലെയാണ്. നമ്മുടെ ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും, നമുക്ക് അവിടെ നിന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പെനാൽറ്റി എമൗണ്ട്സ് വരും. ബട്ട് ഇറ്റ്സ് ബെറ്റർ ദാൻ നോർമൽ സേവിങ്സ് അക്കൗണ്ട്. നമുക്ക് 0% കിട്ടുന്നതിനേക്കാളും നല്ലതാണല്ലോ. ലൈക്ക് 1 is greater than 0 എന്ന് പറയുന്ന പോലെയാണ് സീരീസിന്റെ കാര്യം. ലിക്വിഡിറ്റി കുറവാണ്. ഡെഫിനറ്റ്ലി യു ഹാവ് എ വെരി ലിറ്റിൽ, ലൈക്ക് കാരണം യു ഹാവ് ടു ലോക്ക് ഇറ്റ് ഇൻ ഫോർ എ ഇയർ. അവിടെ ഐ ഡോണ്ട് നോ വാട്ട്സ് എ പെനൽറ്റി ഫോർ ബ്രേക്കിംഗ് ഇറ്റ് ഏർലി, എത്രയെങ്കിലും 10% എല്ലാം കാണുമായിരിക്കും. ഐ ഡോണ്ട് നോ, ബട്ട് യു ഷുഡ് ഫൈൻഡ് ദാറ്റ് ഔട്ട്. പക്ഷേ ഇഫ് യു ഫീൽ ലൈക്ക് യു കംഫർട്ടബിൾ ലീവിങ് യുവർ മണി ദർ, യു ക്യാൻ ഗെറ്റ് അബൌട്ട് ഇപ്പം ഞാൻ ലിങ്ക് നോക്കിയപ്പോൾ 5.5% കിട്ടുന്നുണ്ട് ഫോർ CDs, വിച്ച് ഇസ് എ പ്രിറ്റി ഗുഡ് റേറ്റ്. ഇത് എനിക്ക് ഈ എമർജൻസി ഫണ്ടിന്റെയും കുറച്ചും കൂടി മീഡിയം ടേം ആവശ്യങ്ങളുണ്ടല്ലോ. അതായത് ഇപ്പോ നമുക്ക് ഒരു നമ്മള് കുട്ടികളൊക്കെ വലുതായി, അവരുടെ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ അല്ല ഫണ്ട് നമുക്ക് 2 years ആവശ്യമുണ്ട്. ആ 2 years നമുക്ക് ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ്സിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് വി സ്റ്റിൽ ഹാവ് ടു കീപ് ഇറ്റ് സംവെയർ. സേവിങ്സ് അക്കൗണ്ടിൽ കൊണ്ട് വെച്ചാൽ 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇതേ സ്പെൻഡിങ് ബോർ കിട്ടണമെന്നില്ല. ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി ലോക്ക് ഇൻ ചെയ്യാൻ കംഫർട്ടബിൾ ആയിരിക്കും. കാരണം നമുക്കറിയാം നമുക്കത് എമർജൻസിക്ക്, സൂപ്പർ എമർജൻസിക്ക് മാത്രമേ എടുക്കുള്ളൂ, നോർമൽ എമർജൻസിക്ക് എടുക്കില്ല. കാരണം നമ്മളത് കിഡ്സിന്റെ എഡ്യൂക്കേഷന് വേണ്ടി വെച്ചേക്കാം. അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഇതുപോലെ CDസോ ട്രഷറി ബിൽസോ അല്ലെങ്കിൽ ഐ ബോണ്ട്സ് ഒക്കെ ആയിട്ട് ലോക്ക് ഇൻ ചെയ്ത് വെക്കാം 1 to 2 years. ഈവൻ ഫോർ ലൈക്ക് വീട് മേടിക്കാനായിട്ട് ഡൗൺ പേയ്മെന്റ്, ഇഫ് യു ആർ സേവിംഗ് അപ്പ് ഫോർ ഡൗൺ പേയ്മെന്റ്, ദിസ് ഇസ് എ വെരി ഗുഡ് പ്ലേസ് ടു കീപ് യുവർ മണി. ലൈക്ക് ഒരിക്കലും ലൈക്ക് ഒരു ഐ തിങ്ക് ഐ വുഡ് സേ ലൈക്ക് 3 years ടൈം ഫ്രെയിമിൽ ഇഫ് യു വാണ്ട് മണി, നെവർ ഇൻവെസ്റ്റ്, ലൈക്ക് ഐ വുഡ് സേ നെവർ ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. അത് ഇറ്റ്സ് എ വെരി ബാഡ് ഐഡിയ. ലൈക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നതെന്ന് ദൈവത്തിന് പോലും അറിയത്തില്ല. സോ നെവർ. പിന്നെ ഇതൊരു എക്സോസ്റ്റീവ് ലിസ്റ്റ് അല്ല. നമുക്ക് സ്റ്റിൽ നമ്മുടെ സ്റ്റോക്ക് അക്കൗണ്ടിൽ പോയി വിഡ്രോ ചെയ്യാം, നമ്മുടെ റോത്ത് IRA പോയി വിഡ്രോ ചെയ്യാം, 401k വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ലോൺ എടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ എമർജൻസി, മെഡിക്കൽ എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ റിഗാർഡ്ലെസ് ഓഫ് വാട്ട് കൈൻഡ് ഓഫ് ഫണ്ട് ഇറ്റ് ഈസ്, വി വിൽ ടച്ച് ഇറ്റ്. നമ്മൾ പെനാൽറ്റി കൊടുക്കും. അല്ല, ഇത് പെനാൽറ്റി കൊടുക്കാതെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതാണ്. ഐ തിങ്ക് നമ്മൾ എമർജൻസി സേവിങ്സിനെ കുറിച്ച് അത്യാവശ്യം ഒരു നോളജ് ഷെയർ ചെയ്തു. ഡെഫിനറ്റ്ലി ലൈക്ക് ഒരു സമ്മറി പറയുകയാണെങ്കിൽ 3 to 6 months, ദാറ്റ് ഈസ് വെർ എവർ യു ആർ കംഫർട്ടബിൾ. ലൈക്ക് ഐ വാസ് നോട്ട് കംഫർട്ടബിൾ വിത്ത് ഹാവിങ് 6 months. പക്ഷേ ഞങ്ങളുടെ അഡ്വൈസർ സംസാരിച്ച് ഈ പോയിന്റ്സ് ഒക്കെ പറഞ്ഞ് ഐ തിങ്ക് ഇറ്റ് മേക്സ് സെൻസ്. ഇപ്പം വി ഹാവ് അബൌട്ട് 5 to 6 months. ഞാൻ പിന്നെ ആലോചിക്കുന്നത്, ഇപ്പൊ എമർജൻസി ശരിക്കും വന്നു കഴിഞ്ഞാൽ നമ്മൾ പിശിക്കല്ലേ ജീവിക്കുന്നത്. അപ്പൊ ശരിക്കും നമ്മളെ എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ ഇപ്പോഴത്തെ 6 months എക്സ്പെൻസ്, അല്ല ഇപ്പോഴത്തെ മന്ത് എക്സ്പെൻസ് ആയിരിക്കില്ല. എനിക്ക് തോന്നുന്നത് ഞാനാണെങ്കിൽ ഞാൻ നേരെ ഹാഫ് ആക്കും. എന്റെ വേരിയബിൾ എക്സ്പെൻസ് നേരെ പിടിച്ച് ഹാഫ് ആക്കും. ലൈക് നോൺ വേരിയബിൾ എക്സ്പെൻസ് ഉണ്ട്, മോർഗേജ് അടച്ചേ പറ്റുള്ളൂ. ഫിക്സ്ഡ് കോസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. റെന്റ്, മോർഗേജ്, ലിവിങ് എക്സ്പെൻസ്, ലൈക്ക് കാർ ലോൺ, അങ്ങനത്തെ കാര്യങ്ങൾ യു കനോട്ട് അവോയ്ഡ്. പക്ഷേ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ലൈക്ക് ഈറ്റിംഗ് ഔട്ട്, ലൈക്ക് ഓബിയസ്ലി നമ്മൾ ജോലി പോയി കഴിഞ്ഞാൽ പുറത്തൊന്നും കഴിക്കുന്നത് നിർത്തും. അപ്പൊ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ക്ലോസ് ടു 3 months ആണ്.
like 3 to 4 months ആണ്. ഞാൻ ചിലപ്പോൾ 6 monthsലേക്ക് പോവില്ല. Yeah. But putting this as a general advice, Yeah. 3 to 6 months. ജനറലി എല്ലാവരും ലൈക്ക് അഡ്വൈസേഴ്സ് പറയുന്നത് 3 to 6 months. ഓക്കെ. യാ, അപ്പോൾ ഐ തിങ്ക് വി കൻ മൂവ് ഓൺ ഫ്രം ദെയർ. അടുത്ത ടോപ്പിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ ആഴ്ചയും ഒരു 3-4 തവണയെങ്കിലും ലോഗിൻ ചെയ്യുന്ന ഒരു ആപ്പാണ് Empower. എംപവർ. യാ, പണ്ട് പേഴ്സണൽ ക്യാപിറ്റലായിരുന്നു, ഇപ്പം ദേ വർ ബോട്ട് ബൈ ദിസ് കമ്പനി കോൾഡ് എംപവർ. അവർ ദേ ബണ്ടിലിംഗ് ഇറ്റ് ടുഗദർ. സോ ബേസിക്കലി ബഡ്ജറ്റിംഗ്, ലൈക്ക് ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പം നമ്മൾ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്ത് സ്പെൻഡ് ചെയ്യുന്നതിന് ദാറ്റ് ഈസ് വൺ ആസ്പെക്ട് ഓഫ് ഇറ്റ്. പക്ഷെ ദി ആസ്പെക്ട് ദറ്റ് ഐ വാണ്ട് ടു ഷെയർ ഹിയർ മോർ ഈസ് നിങ്ങളുടെ സ്പെൻഡ് ചെയ്യുന്നത് ഒരു ഹോളിസ്റ്റിക് ആയിട്ട് കാണാനുള്ള ഒരു ടൂള്. ദാറ്റ്സ് വാട്ട് ഐ വാണ്ട് ടു ഷെയർ വിത്ത് യു ഗൈസ്. ഞാനും ഹരി രണ്ടുപേരും വി ബോത്ത് യൂസ് ദിസ് ടൂൾ. ഇറ്റ് ഈസ് വെരി ലൈക്ക് ഒന്ന് സന്തോഷമാണ് കാണാൻ, നമ്മുടെ സ്റ്റോക്കിന്റെ സാധനം മുകളിലോട്ട് പോകുന്നത് കാണാൻ, ആൻഡ് ഓൾസോ അത് താഴോട്ട് പോകുമ്പോൾ വിഷമിക്കാൻ. കാരണം ഈ ടൂൾ എന്ന് പറയുന്നത് ഇത് ബഡ്ജറ്റിംഗ് മാത്രമല്ല, ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഓവറോൾ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ റിപ്പോർട്ടിംഗ് ആണ്. അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, നെറ്റ്വർത്ത് ഉണ്ട്, ട്രാൻസാക്ഷൻസ് ഉണ്ട്. ആ ട്രാൻസാക്ഷൻസിൽ നിന്നാണ് അവര് നമ്മുടെ ഒരു ഓവറോൾ ബഡ്ജറ്റിംഗ് അവർ പറഞ്ഞിരുന്നത്. ഓക്കെ, ഇത്ര സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ കാറ്റഗറിയിൽ. ലയബിലിറ്റീസ് ഉണ്ട്, ലോൺസ് ആഡ് ചെയ്യാം നമുക്ക്. എനിക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ആദിത്യ ബിർല യൂണിവേഴ്സ് എന്നൊരു ആപ്പ് ഉണ്ട്, പണ്ടുണ്ടായിരുന്ന ആപ്പ് ഉണ്ട്, അത് ട്രാക്ക് ചെയ്യാം. പിന്നെ വാൾനട്ട് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. അവരെല്ലാവരും ഇതെല്ലാം ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് ട്രാക്ക് ചെയ്ത് നമുക്ക് തരും. പക്ഷെ ഇത് കുറച്ചും കൂടി നമ്മൾ എന്താ പറയുക, നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലോഗിൻസും ബാങ്ക് അക്കൗണ്ട് ലോഗിൻസും ഒക്കെ കൊടുത്തിട്ട് അവർ ഓട്ടോമാറ്റിക്കലി പുള്ളി ചെയ്യുന്നതാണ് ഇതെല്ലാം. നമ്മൾ മാനുവലായിട്ട് ആഡ് ചെയ്യേണ്ട. അത് ഭയങ്കര ഒരു കൺവീനിയൻസ് ആണ്. ലൈക്ക് കാരണം നമ്മളിപ്പോൾ ഏതെങ്കിലും ലൈക്ക് ഡേവ് റാംസയുടെ ബുക്കോ, ഓക്കെ, മേ ബി ഐ വിൽ ടോക്ക് അബൌട്ട്, ഞാൻ ഏറ്റവും ആദ്യം വായിച്ച ഒരു പേഴ്സണൽ ഫൈനാൻസിൻ്റെ ബുക്ക് വാസ് ഡേവ് റാംസെ. ഐ ഡോണ്ട് അഗ്രി വിത്ത് മോസ്റ്റ് ഓഫ് ഹിസ് തിങ്സ് നൗ, പക്ഷേ ആസ് സംബഡി സ്റ്റാർട്ടിങ് ഔട്ട് കുറേ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞത് വാസ് വെരി കോമൺ സെൻസ് ആൻഡ് തിങ്സ് ദറ്റ് ഐ കുഡ് പുട്ട് ഇൻ ടു പ്രാക്ടീസ് വളരെ എളുപ്പമായിട്ട്. ആൻഡ് ഐ ഫൊഗോട്ട് ദ നെയിം ഓഫ് ദ ബുക്ക്, ഞാൻ അതിൻ്റെ ഇവിടെ ലിങ്ക് ചെയ്യാം. പക്ഷേ ഇറ്റ് ടോക്സ് അബൌട്ട് ബഡ്ജറ്റിംഗ്. ലൈക്ക് എല്ലാം പേഴ്സണൽ അഡ്വൈസിന് എടുത്തു നോക്കി കഴിഞ്ഞാൽ ബഡ്ജറ്റിങ്ങിനെ പറയാം. അതായത് നിങ്ങൾ ഗ്രോസറിക്ക് ഇത്രയും സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹൗസിങ്ങിന് ഇത്രയും സ്പെൻഡ് ചെയ്യുക. സോ ഐ എം നോട്ട് ഗുഡ് ഇനഫ് ടു, അല്ലെങ്കിൽ ഹരിക്കും പറയാൻ പറ്റത്തില്ല ഹൗ യു ഷുഡ് ബഡ്ജറ്റ്. ബട്ട് നിങ്ങളുടെ ക്യാഷ് ഫ്ലോ, നിങ്ങളുടെ പൈസ എവിടെ പോകുന്നതെന്ന് അറിയാനായിട്ട് ദിസ് ഇസ് എ വെരി യൂസ്ഫുൾ ടൂൾ. ഇത് കടലിൽ അളന്ന് കളന്ന് പറയില്ലേ, അതാണ് ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നെ ഹോൾ റെസ്ട്രിക്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആയിട്ടല്ല, ഇത് മെഷർ ചെയ്യാനുള്ള മെക്കാനിസം ആണ്. ഹൗ ആർ യു സ്പെൻഡിങ്. ഇപ്പൊ ഞാൻ ബഡ്ജറ്റിംഗ്, എനിക്കൊന്ന് US ഞാൻ ആദ്യം വന്നപ്പോൾ ഞാൻ ഒരു റെസ്ട്രിക്ഷൻസ് വെച്ചായിരുന്നു. ഓക്കെ, ബിക്കോസ് ഐ ഹാവ് ടഫ് ഗോൾസ്. ഓക്കെ, നമുക്ക് മന്ത്ലി 5,000 മേലെ പോകാൻ പാടില്ല. അപ്പൊ നമ്മൾ എല്ലാ സാധനങ്ങളും കൗണ്ട് ചെയ്ത് തുടങ്ങി. അതൊരു ഭയങ്കര സ്ട്രെസ്ഫുൾ പ്രോസസ്സാണ്. അത് സ്കെയിലബിൾ അല്ല. യു കൻ ഡു ഇറ്റ് ഫോർ കപ്പിൾ ഓഫ് മന്ത്സ് ടു അച്ചീവ് എ വെരി പെർട്ടിക്കുലർ ഗോൾ. അത് പ്രത്യേകിച്ച് ഫാമിലി ഉള്ള ആൾക്കാർക്ക് ഇറ്റ് ക്രിയേറ്റ് ഫ്രിക്ഷൻ ഓൾസോ. അതായത് നമ്മൾ പറയും, നീ എന്തിനാ ഈ സീരിയൽ മേടിച്ച് $10 സീരിയലിന് മേലെ $5 സീരിയൽ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ that's creating unnecessary friction. See, നമ്മള് ലൈഫ് ജീവിക്കുന്നത് is to have, ഒന്ന് ലിവ് ചെയ്യാനായിട്ടല്ലേ, to be happy, right? So അങ്ങനെ ഇറ്റ്സ്, I personally don't subscribe to, like, it could be that ചില മാസം you might overspend on groceries, ചില മാസം you might overspend on travel, പക്ഷേ ബാക്കി മന്ത്സ് it'll even out. ഈവൻ ഔട്ട്. അപ്പൊ നമുക്ക് ഞാൻ ആദ്യം ഇപ്പൊ ഫോളോ ചെയ്ത് ആദ്യം ബഡ്ജറ്റ് ചെയ്യുക. അതിന് മുന്നേ ഞാൻ ആദ്യം ഫോളോ ചെയ്ത് നമ്മുടെ ആദ്യം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, നമ്മൾ എന്തൊക്കെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലത്തെ ആപ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മള് ഫുൾ കളക്ട് ചെയ്തിട്ട് അവർ ഒരു ചാർട്ട് തരും. ഓക്കെ, ദിസ് ഇസ് ദ മന്ത്ലി എക്സ്പെൻസ് ആൻഡ് ബ്രേക്ക് ഡൗൺ തരും. ഇതാണ് റെന്റ്സ്, ഫിക്സ്ഡ് ഇൻകം, റെസ്റ്റോറന്റ്സിൽ ഇത്ര സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, കോസ്മെറ്റിക്സ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ക്ലോത്തിങ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് നോക്കുക, ഓക്കെ, നമ്മൾ എവിടെയെങ്കിലും ഓവർ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ. സംടൈംസ് ഇറ്റ് വിൽ ബിക്കം ആസ് എ സർപ്രൈസ്. ചില മന്തിലൊക്കെ ഞാൻ എടുത്ത് നോക്കുമ്പോ റെസ്റ്റോറന്റ് ഒക്കെ $1,000 ഒരു മാസം, ഞാൻ $1,000 എവിടെ നിന്നാ കഴിച്ചത്. പിന്നെ അപ്പൊ ഇൻസ്പെക്ട് ചെയ്ത് നോക്കുമ്പോ ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് സ്പെൻഡിങ്. ശരിക്കും ഐ തിങ്ക് ഒരു കോഴ്സ് കറക്ഷൻ ആയിട്ട് മോർ ദാൻ എ ബഡ്ജറ്റിംഗ് ടൂൾ, ഐ ഫീൽ ലൈക്ക് ഓവർ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു നോട്ടിഫിക്കേഷൻ പോലെ, നിങ്ങൾ ഓവർ സ്പെൻഡ് ചെയ്തു, ബി കെയർഫുൾ, അങ്ങനെ ഒരു. പിന്നെ ആവറേജ് എക്സ്പെൻസ് ആണ്. ലൈക് മന്ത്ലി എക്സ്പെൻസിനെക്കാളും കൂടുതൽ നമ്മൾ എടുക്കേണ്ടത് ആവറേജ്. ചിലപ്പോ കഴിഞ്ഞ മാസം ഇപ്പൊ എനിക്ക് കുറച്ച് ട്രാവൽ ചെയ്യേണ്ടി വന്നു. പിന്നെ എന്റെ പാരന്റ്സ് വരികയാണ് അടുത്ത മാസം, അടുത്ത 3-4 മാസം. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ ചിലപ്പോ ഒരു ഔട്ട്ലയർ ആയിട്ട് ഒരു മന്ത് ഉണ്ടാവും. ചിലപ്പോ എക്സ്പെൻസ് ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും.
So it's going to even out across the year. Yeah. Uh, ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഉപയോഗിക്കുന്ന ടൂൾ ഇസ് കോൾഡ് എംപവർ. പക്ഷേ അതിനെക്കാട്ടി കുറച്ചും കൂടെ ഭംഗിയായിട്ടുള്ള ടൂൾ ഇസ് മിൻറ്റ്. ലൈക്ക് ഇൻറ്റുയിറ്റിൻ്റെ മിൻറ്റ് ഇസ് വെരി യൂസർ ഫ്രണ്ട്ലി. നമ്മുടെ ഫോണിനകത്ത് ആപ്പൊക്കെ വളരെ നല്ല ഭംഗിയാണ് കാണാൻ. ആൻഡ് ചില ആൾക്കാർ എന്നോട് ചോദിച്ചിട്ട് വൈ ഡു യൂസ് എംപവർ? ഐ ലൈക്ക് എംപവറിൽ കുറച്ചും കൂടെ ഡേറ്റ, ഐ ഹാവ് മോർ ആക്സസ് ടു ഡേറ്റ ആൻഡ് തിങ്സ് ദാറ്റ് ഐ വാണ്ട് ഇൻ എ വെരി നൈസ് വേ. അവരുടെ ബ്രേക്ക് ഡൗൺസ് നല്ല ലൈക്ക് ബൈ കാറ്റഗറി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഈ മാസം ഇത്രയും ഏത് കാറ്റഗറി സ്പെൻഡ് ചെയ്യുന്നത് അതൊക്കെ മിന്റിനുണ്ട്. പക്ഷെ ഐ ഫീൽ ലൈക്ക് ദ ടൂൾ ഇസ് ബെറ്റർ ഓൺ എംപവർ. യൂസ് ചെയ്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആമസോണിൽ നിങ്ങൾ എന്തെങ്കിലും സാധനം മേടിക്കാൻ പോയാൽ അൺനെസസറി ആയിട്ട് എന്തുമാത്രം ഇൻഫർമേഷൻ ആണ് തരുന്നത്. പക്ഷെ പീപ്പിൾ ലൈക്ക് ദാറ്റ്, ലൈക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ലിസ്റ്റ് വരുന്നത്. സോ ഫോർ മീ ഐ ലൈക്ക് എംപവർ ബെറ്റർ ബിക്കോസ് ഇറ്റ് ഗിവ്സ് മീ ദ ആക്സസ് ടു ഓൾ ദാറ്റ് ഇൻഫർമേഷൻ. പിന്നെ മൂന്നാമത്തെ ഉള്ള ടൂൾ ഇസ് എ പെയ്ഡ് ടൂൾ. ബട്ട് ഞങ്ങളുടെ സിസ്കോയിൽ വി ഹാവ് ദിസ് ഒരു വെബ് സ്പേസ് ഉണ്ട്, പീപ്പിൾ ടോക്ക് അബൌട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് കാര്യങ്ങളൊക്കെ. അതിൻ്റെ അകത്ത് പറഞ്ഞൊരു ടൂളാണ് ഇറ്റ്സ് കോൾഡ് എന്തായിരുന്നു YNAB, യു നീഡ് എ ബഡ്ജറ്റ്. അതാണ് യു നീഡ് എ ബഡ്ജറ്റ്. പക്ഷേ ഇറ്റ്സ് എ പെയ്ഡ് ടൂൾ. ലൈക്ക് ഐ തിങ്ക് ലൈക്ക് $5 മന്ത് എന്നാണ് കൊടുക്കണം. പക്ഷേ ദേ ഹാവ് ബെറ്റർ ടൂൾസ് ഫോർ ട്രാക്കിംഗ് യുവർ സ്പെൻഡിങ് ആൻഡ് അങ്ങനെയൊക്കെ. പക്ഷെ ഐ തിങ്ക് ഒരുപാട് പേര് ഇപ്പൊ ഫിഡിലിറ്റിയിൽ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഫിഡിലിറ്റിയിൽ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള അക്കൗണ്ട്സ് ഒക്കെ ലിങ്ക് ചെയ്തിട്ട് അവർ ഓവറോൾ പ്ലാനിങ് അഡ്വൈസർ, പ്ലാനിങ് സ്പെൻഡിങ് പ്ലാനർ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ചേസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ലൈക്ക് എംപവറിൽ ബേസ്ഡ് ഓൺ ഹൗ യുവർ ഇപ്പം ഉള്ള 401k അക്കൗണ്ട് ആൻഡ് യുവർ റിട്ടയർമെന്റ് അക്കൗണ്ട്സ് വിൽ ഇറ്റ് സസ്റ്റെയിൻ യു ത്രൂ റിട്ടയർമെന്റ്. അപ്പൊ അങ്ങനത്തെ കുറെ മോഡലിങ്ങും ഒക്കെ ഞാൻ US വന്നപ്പോ എനിക്ക് 35 years റിട്ടയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടായിരുന്നു. ഇപ്പൊ അതിനകത്ത് പ്രോബിലിറ്റി കാണിക്കുന്നത് 1% ആണ്. യു വിൽ ബി സക്സസ്ഫുൾ ഇഫ് യു റിട്ടയർ ബൈ 35%. അപ്പൊ അത് നോക്കുമ്പോ നമുക്ക് വീണ്ടും പണിയെടുക്കാൻ തോന്നും. നമ്മളെങ്ങും എത്തിയില്ലെന്ന് മനസ്സിലാവും. Yeah, so that's about the tool. നമ്മൾ ടൂളിനെ കുറിച്ച് I think let's go to that tool. I'll just show you how it looks and then we'll come back. അപ്പോൾ ഇതാണ് ടൂൾ. ലൈക്ക് എംപവറിന്റെ ടൂൾ ഇങ്ങനെ ഇരിക്കും. ആൻഡ് എൻ്റെ ഇത് ഐ ബ്ലോക്ക്ഡ് ഔട്ട് ഓൾ ഓഫ് ദി എൻ്റെ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് എല്ലാം ബ്ലാങ്ക് ഔട്ട്. പക്ഷെ നിനക്ക് ഏതൊക്കെ ബാങ്കിൽ നിനക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എൻ്റെ മോസ്റ്റ് ഓഫ് മൈ ക്യാഷ് ഇസ് ഇൻ ദിസ് CIBC ബാങ്ക് അജിലിറ്റി സേവിങ്സ് ആണ്. ആൻഡ് ഐ എം ഗെറ്റിംഗ് ലൈക്ക് 4.75% എന്നാണ്ടോ എൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, വിച്ച് ഇസ് വെരി ഗുഡ്. പിന്നെ ഹെൽത്ത് ഇക്വിറ്റി ഉണ്ട്. ആൻഡ് ദെൻ ഐ ഹാവ് എ ചേസ് ചെക്കിംഗ് ആൻഡ് സേവിങ്സ് അക്കൗണ്ട്. പിന്നെ ദ വൺ ദറ്റ് ഐ ലുക്ക് അറ്റ് ദ മോസ്റ്റ് ഇസ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. റൈറ്റ്, നമുക്ക് എല്ലാ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടും ലിങ്ക് ചെയ്യാം. ആൻഡ് ഇറ്റ്സ് ത്രൂ എ തേർഡ് പാർട്ടി. ഹരി, ഡു യു റിമെമ്പർ സ്ട്രൈപ്പ് ആയിരുന്നു പ്ലാഡ് ആയിരുന്നു? ലൈക്ക് ലിങ്ക് ചെയ്യാൻ, തേർഡ് പാർട്ടി ലിങ്ക് ചെയ്യാൻ അവർ ഉപയോഗിക്കുന്ന ടൂൾ ഏതായിരുന്നു? വേറെ എന്താണോ? സോ ബേസിക്കലി ഇറ്റ്സ് ഓൾ എൻക്രിപ്റ്റഡ്. നമ്മുടെ ഡേറ്റ ഇവരെ എടുക്കുന്നു പറഞ്ഞാലും they can't do anything with it. So you don't have to be worried about നമ്മുടെ ഇത് ഹാക്ക് ആവോ അങ്ങനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. At least so far. I mean, so far I think it's still a secure channel. Yes, after all ഇത് ഒരു ഹാക്കർ വന്ന് ഹാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ അറ്റ് ലീസ്റ്റ് what you're gaining is much more than what you're losing, I feel. പിന്നെ നെറ്റ്വർത്തിന്റെ ഒരു ഇത് വരും. കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ഐ തിങ്ക് സോ 90 ഡേ കാണിക്കുന്നത്. My net worth has been changing a lot because like വൈഫിന്റെ ലോണിന്റെ amount മാറി വരുന്നുണ്ട്. And then I moved some money here and there. So അങ്ങനെ, but you can get like a full view. I mean, I think net worth ഒരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കാണ്. നെറ്റ് വർത്ത് ഈസ് മെഷർ ഓഫ് സക്സസ് ആണെന്ന് ചോദിച്ചാൽ അല്ല. കംപ്ലീറ്റ്ലി നെറ്റ് വർത്തിനെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് എടുക്കരുത്. ഇപ്പൊ നമ്മുടെ എന്ത് ഉണ്ടോന്നല്ല, നമുക്ക് നമ്മുടെ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്ന കേപ്പബിലിറ്റി ആണ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ബിക്കം ഫിനാൻഷ്യലി സക്സസ്ഫുൾ. നമുക്ക് ഇപ്പൊ 10 കോടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 10 കോടിയിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു കൊല്ലം കൊണ്ട് 9 കോടി സ്പെൻഡ് ചെയ്യും. ലൈക്ക് അത് വളരെ ഒരു ബേസിക് കാര്യമാണ്. ലൈക്ക് ലിവിങ് വിത്തിൻ യുവർ മീൻസ്, റൈറ്റ്? അത് എല്ലാവരും ഏത് ബുക്ക് എടുത്താലും ദേ വിൽ സേ ദാറ്റ് ലിവ് വിത്തിൻ യുവർ മീൻസ് ആൻഡ് ഇൻവെസ്റ്റ് ദ സേവിങ്സ്. ദാറ്റ് ഈസ് റിയലി ദ ലൈക്ക് പറയുമ്പോൾ ഇറ്റ്സ് വെരി സിമ്പിൾ, റൈറ്റ്? ലൈക്ക്
അതിപ്പോൾ എനിക്കറിയാം സേവ് ചെയ്യണം, പക്ഷെ സേവ് ചെയ്താൽ മാത്രം പോരാ, ആ സേവ് ചെയ്യുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. ആൻഡ് യു ഷുഡ് ഇൻവെസ്റ്റ് ഇൻ ദ റൈറ്റ് തിങ്സ്, ലൈക്ക് ഫോർവേഡ് കെയിൽ ഒരു ടാർഗറ്റ് ഡേറ്റ് ഫണ്ട് അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് ഫണ്ട് അങ്ങനെയൊക്കെ ചെയ്യണം. അല്ലാതെ ബിറ്റ് കോയിനിലോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ നെവർ റീച്ച്. ലൈക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് റിട്ടേൺസ് ഇയർലി 2% ആണ്, ബട്ട് ഇൻഫ്ലേഷൻ 3%, ബട്ട് നിങ്ങളുടെ ലിവിംഗ് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ഇറോഡിയോ കൊറോഡായിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഈ നെറ്റ്വർത്തിൽ കാണത്തില്ല. ബിക്കോസ് യു വിൽ ഓൺലി റിയലൈസ് ഇറ്റ് വെൻ യുവർ സ്പെൻഡിങ് ഗോസ് അപ്പ്, പക്ഷേ യുവർ സാലറീസ് അല്ലെങ്കിൽ യുവർ ക്യാഷ് ഫ്ലോ ഇസ് നോട്ട് ഏബിൾ ടു മാച്ച് അപ്പ് ടു ദാറ്റ്. അങ്ങനെയൊക്കെയാണ്. അതായത് ഇപ്പൊ ഒരു 1 മില്യൺ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ നെറ്റ്വർത്ത് ആയിട്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 5 കൊല്ലം കഴിയുമ്പോഴും നിങ്ങൾക്ക് ഒരു 1.1 മില്യൺ ഉണ്ട്, പക്ഷെ നെറ്റ്വർത്ത് ഇൻക്രീസ് ആയി. പ്രശ്നം എന്ന് വെച്ചാൽ 5 കൊല്ലം മുന്നേ നിങ്ങൾ മേടിക്കാൻ നോക്കിയ വീടിന് 1 മില്യൺ ആണെങ്കിൽ 5 കൊല്ലം കഴിയുമ്പോൾ ആ വീടിന് 1.5 മില്യൺ ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ സ്പെൻഡിങ് പവർ കുറയും. പക്ഷെ ജസ്റ്റ് നമ്പേഴ്സ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് ഓക്കെ, നെറ്റ്വർത്ത് ഇൻക്രീസ് ആയിട്ടുണ്ട്, സ്പെൻഡിങ് പവർ ഡിഫറെന്റ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഐ തിങ്ക് വിൽ ടോക്ക് അബൌട്ട് ക്യാഷ് ഫ്ലോ ഓൾസോ. അത് ക്യാഷ് ഫ്ലോ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക്കും ക്യാഷ് ഫ്ലോ ആണ്. അത് പല ആൾക്കാരും ഭയങ്കര ഒരു സൂപ്പർ ടെക്നിക്കൽ വേർഡ് ആണെന്ന് വെച്ചാൽ അവോയ്ഡ് ചെയ്യുന്ന സാധനമാണ് ക്യാഷ് ഫ്ലോ. അപ്പൊ ക്യാഷ് ഫ്ലോ, ഇതിപ്പം എന്റെ ക്യാഷ് ഫ്ലോ ആണ്, എന്റെ ആക്ച്വൽ ക്യാഷ് ഫ്ലോ ആണ്. ഹരി ഇത് ഇന്നലെ കണ്ടിട്ട് എന്നെ കുറെ വഴക്ക് പറഞ്ഞു, കാരണം ഇതിന്റെ ക്യാഷ് ഫ്ലോ ഫുൾ നെഗറ്റീവ് ആണല്ലോ. ഇവന്റെ ക്യാഷ് വളരെ മോശമാണ്, ഇത് നല്ലൊരു കേസ് സ്റ്റഡി ആണ് ഇവന്റെ ക്യാഷ് ഫ്ലോ. അതെ, നല്ല കേസ് സ്റ്റഡി ഓഫ് ഹൗ നോട്ട് ടു ഹാവ് യുവർ ക്യാഷ് ഫ്ലോ. എന്റെ ക്യാഷ് ഫ്ലോ ഇതിൽ മോശമാണ്, അത് വേറെ ടോപ്പിക്. ഇവൻ എന്തായാലും ഇവന്റെ എക്സ്പോസ് ചെയ്തത്, അപ്പൊ നമുക്ക് ഇവന്റെ ക്യാഷ് ഫ്ലോ നോക്കാം. സോ ക്യാഷ് ഫ്ലോ എന്ന് വെച്ചാൽ വളരെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻകം എത്രയാണ്, നമ്മുടെ എക്സ്പെൻസ് എത്രയാണ്, അത് സബ്ട്രാക്ട് ചെയ്യുക. അത് ആൻഡ് ജനറലി യു വാണ്ട് ദാറ്റ് ടു ബി പോസിറ്റീവ്, സോ ദാറ്റ് ബാക്കിയുള്ള പൈസ യു കെൻ ഇൻവെസ്റ്റ് ഇൻ സംവെയർ. അതാണ് ബേസിക് ക്രൈറ്റീരിയ. അപ്പോൾ ഞങ്ങളുടെ വി ടോക്കിംഗ് ടു ദാറ്റ് അഡ്വൈസർ, ആൻഡ് അങ്ങനെ എത്ര കണക്ക് കൂട്ടിയിട്ടും മനസ്സിലാവുന്നില്ല നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതായി. ദാറ്റ് ഇസ് ദിസ് ക്വസ്റ്റ്യൻ. ലൈക്ക് എല്ലാ മാസവും ക്യാഷ് ഫ്ലോ നെഗറ്റീവാണ്. യു ആർ നോട്ട് മേക്കിംഗ് ഇനഫ് മണി ടു ജസ്റ്റിഫൈ യുവർ ലൈഫ് സ്റ്റൈൽ. അതായത് വി വെന്റ് ബാക്ക് ആൻഡ് ഫോർത്ത്. ഇല്ല ഞാൻ അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം ഈ ജസ്റ്റ് ഗേവ് അപ്പ്. ഹി സെഡ് ഓക്കെ, നിനക്ക് എവിടെ നിന്നൊക്കെയോ പൈസ വരുന്നുണ്ട്, എനിക്ക് അറിയത്തില്ല, പക്ഷെ യു ആർ ക്യാഷ് ഫ്ലോ നെഗറ്റീവ്. ഐ തിങ്ക് ഇപ്പൊ നീ നോക്കിയ ചില മന്തിൽ നിനക്ക് കുറച്ച് ഇൻകം എക്സ്ട്രാ, എന്താ പറയാ, കുറച്ച് വിൻഫോൾസ് വരുന്നുണ്ട്. അതാണ് കുറച്ചും കൂടി ആവറേജ് ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആയിട്ട് വെക്കുന്നത്. കാരണം ക്യാഷ് ഫ്ലോ ചില സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ബോണസ് കിട്ടിയിട്ട് ഒരു $10,000 നമുക്ക് ബോണസ് കിട്ടി. പക്ഷെ ആ $10,000 എടുത്തിട്ട് നിങ്ങൾക്ക് പുതിയ കാർ മേടിച്ചു കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ അവിടെ ഇമീഡിയറ്റ്ലി നെഗറ്റീവ് ആയി. അല്ലെങ്കിൽ പുതിയ എക്സ്പെൻസീവ് വാച്ച് വേണ്ടി. അവിടെയാണ് ക്യാഷ് ഫ്ലോയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമുക്ക് എത്ര കിട്ടി, എത്ര സ്പെൻഡ് ചെയ്തു, അതെപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കണം. എപ്പോഴും നല്ല എല്ലാ മന്തും പോസിറ്റീവ് ആവാൻ പറ്റണമെന്നില്ല. ഓൺ ആൻ ആവറേജ് ബേസിസ് ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ് ആൻഡ് ഇറ്റ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ട്രെൻഡിങ് അപ്പ്. അല്ലെങ്കിൽ ഒരു ട്രെൻഡിങ് ആവറേജ്, ലൈക്ക് നമ്മളെ എപ്പോഴും, അല്ലെങ്കിൽ ഇറ്റ് ഷുഡന്റ് ബി ഗോയിങ് ഡൗൺ. അങ്ങനെ ഈവൻ ഫ്ലാറ്റ് മോശമാണ്. ഇപ്പൊ ഫ്ലാറ്റ് ആണെന്ന് എല്ലാ മാസവും കൺസിസ്റ്റന്റ്ലി ഒരു $1,000 നിങ്ങൾ സേവ് ചെയ്യുന്നുള്ളെങ്കിൽ ആഫ്റ്റർ 10 years $1,000 may not make sense, right? For inflation മൂവ് ചെയ്തിട്ടിരിക്കുകയാണ്. So it should be a trending upward direction. ഇവന്റെ ക്യാഷ് ഫ്ലോ എടുത്ത് നോക്കിയാൽ അപ്പ് ഡൗൺ ചില മന്ത് ക്ലിയർ നെഗറ്റീവിലേക്കൊക്കെ പോയിട്ടുണ്ട്. ആകെ ഇൻകം ഒരുപാട് കൂടുതൽ കിട്ടുമ്പോൾ മാത്രമാണ് ഇറ്റ്സ് ഫെയർലി പോസിറ്റീവ്. അല്ല, നിത്യ, താങ്ക്സ് ഫോർ ജോയിനിങ്. അപ്പം സോ എനിക്ക് ലൈക്ക് എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ ഐ ഇൻവെസ്റ്റ് ലൈക്ക് 10% ഓഫ് മൈ ഇൻകം ഇൻ ടു ESPP. അപ്പോൾ എനിക്ക് വർഷത്തിൽ 2 വിൻഫോൾസ് ഉണ്ട്. ഒന്ന് ജൂലൈയിലും ഒന്ന് ജാനുവരിയിലും. ജൂലൈ അല്ല, ഓഗസ്റ്റിലും അല്ല, ജൂലൈയിലും ജാനുവരിയിലും ഐ ഹാവ് വിൻഫോൾസ്. സോ അത് കാരണം ഐ എം നോട്ട് റിയലി ബോതേഡ്, ബിക്കോസ് ഐ നോ ദാറ്റ് അറ്റ് സം പോയിന്റ് ഇതെല്ലാം ആവറേജ് ഔട്ടായി പോകും. പിന്നെ ഐ വർക്ക് ഓൺ എ ബൈ വീക്ക്ലി പേ ചെക്ക്. സോ വർഷത്തിൽ എനിക്ക് 2 പേ ചെക്ക് എക്സ്ട്രാ കിട്ടും. 2 മാസം ഐ ഗെറ്റ് എൻ എക്സ്ട്രാ പേ ചെക്ക്. സോ അതെല്ലാം ഇറ്റ് ഗെറ്റ്സ് ആവറേജ് ഡൗൺ. സോ ദാറ്റ്സ് വൈ ഐ എം നോട്ട് വറീഡ് അബൌട്ട് മൈ ക്യാഷ് ഫ്ലോ. പക്ഷേ ഈ ടൂളിനകത്ത് വാട്ട് ഐ എം ട്രൈങ് ടു സീ ഓർ what information I get is സ്പെൻഡിങ് എവിടെയാണ് കൂടുതൽ പോകുന്നത് ആൻഡ് വെയർ ക്യാൻ ഐ റെഡ്യൂസ് ദാറ്റ്. സോ ഇപ്പം ഓഗസ്റ്റിൽ നോക്കുകയാണെങ്കിൽ വി ഡിഡ് എ ലോട്ട് ഓഫ് ട്രാവൽ. അതാ സ്പെൻഡിങ് ഭയങ്കരമായിട്ട് കൂടിയത്. ഇൻകം എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല. ബട്ട് എനിവേ യു ക്യാൻ ഗെറ്റ് ലൈക്ക് ഒരു നല്ലൊരു ടൂളാണ്, ആൻഡ് ഐ വാണ്ട് എവറി വൺ ടു യൂസ് ദിസ്. ലൈക്ക്
ഒരു റിപ്പോർട്ട് കാർഡ് പോലെ കൺസിഡർ ചെയ്യാതെ ഒരു ടൂൾ, ഒരു ഗൈഡിങ് ടൂൾ ആയിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ബി വെരി യൂസ്ഫുൾ. അത് ഇതൊരു ബേസിക്സ് ആണ്. ഇതിപ്പോ നിങ്ങളുടെ പേഴ്സണൽ ക്യാഷ് ഫ്ലോ ആണ്. ഇനി നമുക്ക് ഇതിൽ ബിസിനസ്സിലും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഏത് ഫിനാൻഷ്യൽ റിപ്പോർട്ട് എടുത്ത് നോക്കിയാലും ബിസിനസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് വരുമ്പോൾ അതിനൊരു ക്യാഷ് ഫ്ലോ ഉണ്ട്. നിങ്ങൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് എത്ര ക്യാഷ് ഫ്ലോ ജനറേറ്റ് ആവുന്നുണ്ട്. എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സിലും ക്യാഷ് ഫ്ലോ ഉണ്ടാവണമെന്നില്ല. നിങ്ങളൊരു ഗ്രോത്ത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണത് ആമസോൺ, എൻവിഡിയ, എനിക്ക് തോന്നുന്നില്ല അവർ ഡിവിഡൻസ് കൊടുക്കുന്നുണ്ടെന്ന്. കാരണം ഗ്രോത്ത് സ്റ്റോക്ക്, യു ഹാവ് സീറോ ക്യാഷ് ഫ്ലോ. നിങ്ങൾ അവിടെ ആകെ കിട്ടുന്നത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പൊ നിങ്ങൾ കയ്യിലേക്ക് ക്യാഷ് കിട്ടുന്നില്ല. പക്ഷെ റിയൽ എസ്റ്റേറ്റ് ഒരു ക്യാഷ് ഫ്ലോ ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു, അത് റെന്റിന് കൊടുക്കുന്നു. ആ റെന്റ് തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ ക്യാഷ് ഫ്ലോ കൊണ്ട് നിങ്ങൾക്ക് അടുത്ത പ്രോപ്പർട്ടിയോ അടുത്ത ഇൻവെസ്റ്റ്മെന്റ്സോ റീഇൻവെസ്റ്റിംഗ് ദാറ്റ് ക്യാഷ് ഫ്ലോ ആൻഡ് ജനറേറ്റിംഗ് മോർ ക്യാഷ് ഫ്ലോ. അത് കുറച്ചും കൂടി ഇൻ ഡെപ്ത് ഇൻവെസ്റ്റ്മെന്റ് ടോപ്പിക് ആണ്. ബട്ട് ദിസ് ഇസ് പ്ലെയിൻ പേഴ്സണൽ ക്യാഷ് ഫ്ലോ. അത് ഇൻവെസ്റ്റ്മെന്റ് ക്യാഷ് ഫ്ലോ, പിന്നെ ബിസിനസ് ക്യാഷ് ഫ്ലോ ഒരുപാട്. Yeah, I think we'll definitely get to that in a later session. Yeah, എനിക്ക് ഒരു കാര്യം, like I want to go back and talk about that. So ഞാൻ മണി മാർക്കറ്റ് ഫണ്ടിൽ രണ്ട് എക്സാമ്പിൾ ഉണ്ട്, VUSSX and VMFXX. And ബ്രാക്കറ്റിൽ there's something called ER, expense ratio, and 7-day yield. രണ്ട് കാര്യങ്ങൾ, പക്ഷെ അത് I think we glossed over that. ഹരി, എക്സ്പെൻസ് റേഷ്യോ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു? എക്സ്പെൻസ് റേഷ്യോ ഇൻ ഡെപ്ത് ആയിട്ട് നമുക്ക് ഇനിയും വരും. എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മാനേജേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിക്ക് കൊടുക്കുന്ന മെയിൻ്റെനൻസ് ഫീസ് എന്ന് പറയാം, ഇൻ വെരി സിമ്പിൾ ടേംസ്. ചില ആൾക്കാര് ഹൈ എക്സ്പെൻസ് റേഷ്യോ എടുക്കും, ചില ആൾക്കാർ ലോ എക്സ്പെൻസ്. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ട് സീറോ എക്സ്പെൻസ് റേഷ്യോ ഫണ്ട്സ് ഒക്കെ യൂഷ്വലി വരുന്നുണ്ട്. ബട്ട് ഇറ്റ് ഓൾസോ ഡിപെൻഡ്സ് ഓൺ ബ്രോഡർ കാറ്റഗറി. ആക്റ്റീവ് ഫണ്ട്സ് ഉണ്ട്, പാസീവ് ഫണ്ട്സ് ഉണ്ട്. പാസീവ് എന്ന് പറയുമ്പോഴേക്കും അവര് ചിലപ്പോൾ ഓട്ടോമേറ്റഡ് ആയിരിക്കും. ഓക്കെ, ഇന്ന ക്ലാസ്സിൽ എന്തെങ്കിലും ഓട്ടോമേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സ് നടക്കും. അവിടെ എനിക്ക് തോന്നുന്നത് 0.012% ഒക്കെ ഉള്ളൂ. പക്ഷെ ആക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ്സിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട്, നമുക്കൊരു ഫണ്ട് മാനേജർ ഉണ്ട്. നമ്മുടെ ചില ടിവിയിലൊക്കെ ആൾക്കാർ CNBC-യിലൊക്കെ വരുന്ന സംസാരിക്കുന്നതാണെന്നുണ്ടല്ലോ, കാത്തി വുഡ്, അങ്ങനെ കുറച്ച് ആർക്ക് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ അവരൊക്കെ ആക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ്. യെസ്, അവരൊക്കെ വന്ന് ഒരുപാട്, അവരൊക്കെ 1-2% വരെ എടുക്കും. ഇന്ത്യയിലെ 1.5 ഒക്കെ ഭയങ്കര കോമൺ ആയിരുന്നു. ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി 1% ഇറ്റ്സ് ആക്ച്വലി എ ലോട്ട്. നിങ്ങൾ ഭാവിയിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കോമ്പൗണ്ട് ചെയ്ത് 1 മില്യൺ ആയെന്ന് വിചാരിക്കുക. 1 മില്യൺ എന്ന് പറയുമ്പോൾ 1% എന്ന് പറയുമ്പോൾ എനിക്ക് ഏകദേശം $10,000. എല്ലാ വർഷവും ഒന്നും ചെയ്യാതെ, ലൈക്ക് എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം, ലെറ്റ്സ് സേ ദാറ്റ് ദ വാല്യൂ ഓഫ് ദ സ്റ്റോക്ക് വെന്റ് ഡൗൺ by 10%. അന്നേരവും ദ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ഇസ് ഗോയിങ് ടു മേക്ക് അപ്പ് 1%. അതായത് $10,000 ഇസ് ഗോയിങ്, ലൈക്ക് ഒന്നും ചെയ്യാതെ തന്നെ, ഈവൻ ദോ ഇറ്റ്സ് മേക്കിംഗ് എ ലോസ്. സോ ഈ എക്സ്പെൻസ് റേഷ്യോ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ട്സ് വാങ്ങിക്കുമ്പം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് ദി എക്സ്പെൻസ് റേഷ്യോ ഇസ്. ആൻഡ് ഈ എക്സാമ്പിൾ രണ്ടെണ്ണത്തിനകത്തും ദി എക്സ്പെൻസ് റേഷ്യോ ഇസ് ലൈക്ക് 0.5 and 0.09. ഈ 0.5 I feel is very high. Very high, yeah. Like ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETFs it's always like 0.02, 0.01 അത്രേ ഉള്ളൂ. I mean, I only invest in passive funds. അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം. പാസീവ് ഫണ്ട്സ് വേഴ്സസ് ആക്റ്റീവ് ഫണ്ട്സ് അത് ഡിഫറെന്റ് സ്കൂൾ ഓഫ് തോട്ട് ആണ്. റിസ്ക് അപ്പറ്റൈറ്റും ഷോർട്ട് ടേം വേഴ്സസ് ലോങ് ടേം അനുസരിച്ചിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അതിനെക്കുറിച്ച് വി ക്യാൻ ടോക്ക്. ബട്ട് ഈ എക്സ്പെൻസ് റേഷ്യോ നമ്മൾ എപ്പോഴും ഒരു ഇൻഡെക്സ് ഫണ്ട് അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കുമ്പം ദിസ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ലുക്ക് അറ്റ്. ചില ആൾക്കാർ ആപ്പാണ് നോക്കുന്നത് ലാസ്റ്റ് 5 years എന്താണ് റിട്ടേൺസ്, ലാസ്റ്റ് 10 years എന്താണ് റിട്ടേൺസ്. പക്ഷേ ആ റിട്ടേൺസ്, when you look at the expense ratio, they'll be eating into your gains. So that's a very big factor to look at when you are buying mutual funds. പിന്നെയുള്ള 7-day yield എന്ന് പറഞ്ഞു. 7-day yield എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു വർഷം നമുക്ക് എത്ര പൈസ കിട്ടും, ലൈക്ക് എത്ര റിട്ടേൺസ് ഉണ്ട്, they divide that by like per day, and then ഈ ഒരു കഴിഞ്ഞ 7 ദിവസം if you held that money, എത്ര പൈസ, എത്ര yield കിട്ടും. സോ ഫോർ എക്സാമ്പിൾ $10,000 നിങ്ങൾ ഒരു ഇൻഡെക്സ് ഫണ്ട് ലൈക്ക് ഈ മണി മാർക്കറ്റ് ഫണ്ട് കിട്ടും, ആൻഡ് യു ആർ ഗെറ്റിംഗ് 5.19% ഫോർ എ ഇയർ ഓവർ 7 days. അതാണ് ഈ 7-day yield എന്ന് പറയുന്നത്. അതായത് 7 ദിവസം ഇട്ട് കഴിഞ്ഞാൽ യു ആർ ഗ്യാരണ്ടി ടു ഗെറ്റ് 5.19 divided by 365 multiplied by 7. ആ 7 days-ന്റെ yield കിട്ടുന്നതാണ് 7-day yield. So when you're looking for a money market fund, make sure you look at these 2 factors. Like ഒന്ന്, expense ratio. I cannot stress this more. കാരണം expense ratio is
something that can kill you, like Yes. Yeah. especially in a down market. Yeah, unless you're going with a very particular fund. Okay, എനിക്കിപ്പോ സെമികണ്ടക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യണം because I believe 1 to 2 years it'll boom ആവും. അങ്ങനെ സ്പെസിഫിക് ഗോൾ, ഷോർട്ട് ടേം ഗോൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷെ അത് ലോങ് ടേമിലേക്ക് വെക്കാൻ കൊള്ളില്ല. അതായത് ഒരുപാട് ഒരു ഹൈ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലോങ് ടേം ഇറ്റ് eat your gains. Yeah, പിന്നെ പെട്ടെന്ന് ഐ ജസ്റ്റ് വാണ്ട് ടു ഷോ ദ UI ഫോർ മിന്റ്. നിനക്കത് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, കളർഫുൾ ആണ്. ലൈക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. ലൈക്ക് എംപവറിന്റെ ഒക്കെ ശരിക്കും നോക്കി കഴിഞ്ഞാൽ പഴയ ഏതോ ബാങ്കിന്റെ ഒരു UI പോലൊക്കെ തോന്നും. ശരി, ഇത് കൊള്ളാം. ക്യാഷും അത് ടൈൽസ് ആയിട്ട് തരുന്ന, മറ്റേത് ഒരുപാട് സ്ക്രോൾ ചെയ്ത് പോകണം. ഇൻഫർമേഷൻ ആണ്, ഒരുപാട് ഓവർവെൽമിംഗ് ഇൻഫർമേഷൻ ആണ്. കറക്റ്റ്. സോ ഐ തിങ്ക് മിന്റ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. ഇപ്പൊ എൻ്റെ വൈഫിന് ഞാൻ മിന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാരണം ഇറ്റ്സ് ലുക്സ് ബെറ്റർ. സോ അങ്ങനെങ്കിലും അവളത് ഉപയോഗിക്കട്ടെ എന്നുള്ളൊരു വിശ്വാസത്തിൽ. ഐ തിങ്ക് ഹരി, നമുക്ക് അടുത്ത ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക്, എടാ അതിൽ ബ്രേക്ക് എടുക്കണോ? നമുക്ക് 1 hour ആയി. നമുക്ക് വേണമെങ്കിൽ അത് അടുത്തതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അല്ല, ഇത് ലെറ്റ്സ് ഡു ദിസ് ഓൾസോ. ഐ തിങ്ക് നമുക്കൊരു 10 minutes കവർ ചെയ്യാമല്ലോ. ക്രെഡിറ്റ് സ്കോർ നമുക്ക് വേഗം പറയാം. ക്രെഡിറ്റ് സ്കോർ കുറച്ചും കൂടി എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക്കാണ്. നത്തിങ് ന്യൂ. പക്ഷെ നമുക്ക് US-ലേക്ക് പുതിയ വരുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇതിനെ സ്ട്രെസ് ചെയ്ത് പറയാം. ലൈക്ക് വൈ ക്രെഡിറ്റ് സ്കോർ ഇസ് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? അത് ഇത് ഇസ് വെരി സിമിലർ ടു സിബിൽ സ്കോർ. സിബിൽ സ്കോർ ഇന്ത്യയിൽ അത്ര പോപ്പുലർ ആയിരുന്നില്ല, അല്ലെങ്കിൽ ബാങ്ക്സ് ഒക്കെ അധികം അതൊരു വലിയൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് എടുത്തിരുന്നില്ല. സിബിൽ സ്കോർ ഇറ്റ് വാസ് ദേർ, ബട്ട് നൗ ഇറ്റ്സ് ചേഞ്ചിങ്. US-ലെ പോലെയുള്ള മോഡലൊക്കെ വരുന്നുണ്ട്. ഇവിടെ സിബിൽ സ്കോർ ബേസിലാണ് ലോണൊക്കെ തരുന്നത്. അവിടെ ഇറ്റ്സ് എ ഇൻഡിക്കേഷൻ ഓഫ് യുവർ ഫൈനാൻഷ്യൽ നെറ്റ്വർത്ത്, നോട്ട് നെറ്റ്വർത്ത്, എന്താ പറയാ, your ability to pay back. Right? That is a very important thing. It's your ability to pay back. It's not നമുക്ക് എത്ര പൈസ ഉണ്ട് ഓർ നമ്മുടെ ക്യാഷ് എത്ര ഉണ്ട്, ആസറ്റ്സ് ഉണ്ട്, അതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. I feel that really stupid, but I mean it is their system. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാങ്കിന് പൈസ, അവർക്ക് ക്യാഷ് ഫ്ലോ വേണമല്ലോ എല്ലാ മന്തും. അപ്പൊ നമ്മൾ എല്ലാ മന്തും നമ്മുടെ ഒരുപാട് പൈസ ഉണ്ടായിട്ടും തിരിച്ചിട്ട് ബാങ്കിനെ പറ്റിക്കുന്ന ആളാണോ? എല്ലാ മന്തും സിസ്റ്റമാറ്റിക് ആയിട്ട് അടയ്ക്കുന്ന ആളാണോ? പിന്നെ ഇറ്റ്സ് ഓൾസോ എ ഫോഴ്സിംഗ് ഫംഗ്ഷൻ. ക്രെഡിറ്റ് സ്കോർ എനിക്ക് അറ്റ്ലീസ്റ്റ് US അതൊരു ഫോഴ്സിംഗ് ഫംഗ്ഷൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഐ മീൻ ഇറ്റ് വിൽ പണിഷ് യു, റൈറ്റ്? നിങ്ങൾ മര്യാദക്ക് നിങ്ങൾ ബിൽസ് പേ ചെയ്യുന്നില്ല, നിങ്ങളുടെ സ്കോർസ് ഡൗൺ ആണെങ്കിൽ they will eventually punish you in like നിങ്ങളൊരു credit score is very important if you want to buy a home, മോർഗേജ് എടുക്കണമെങ്കിൽ, ഒരു കാർ ലോൺ എടുക്കണമെങ്കിൽ, sometimes even to get an apartment, അവർ ക്രെഡിറ്റ് സ്കോർ ചോദിക്കും. അപ്പൊ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മോശമാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടില്ല. ചില സമയത്ത് കിട്ടിയാൽ തന്നെ വെരി ഹൈ ഇൻട്രസ്റ്റ്. ബാങ്ക് മാക്സിമൈസ് ചെയ്യാൻ നോക്കും. ക്രെഡിറ്റ് സ്കോർ കുറവാണ്, എന്നാൽ 2-3% പകരം നിങ്ങൾക്ക് ചിലപ്പോൾ 5% 6% ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ്. US-ൽ വന്നപ്പോൾ എനിക്ക് ക്രെഡിറ്റ് സ്കോർ ഇല്ല, കാരണം ഓഫ് കോഴ്സ് നമ്മളൊരു അറ്റ് ദാറ്റ് പോയിന്റ് നമ്മുടെ ഏരിയയിലാണ്. അപ്പൊ എനിക്ക് കാറിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എനിക്ക് തോന്നുന്നു അന്ന് 5.8 when other folks were getting around 2%. എന്റേത് ഞങ്ങളുടെ കാർ ലോൺ is 0.9%. Free money. Yes. നിന്റേത് was 5 times higher, അല്ലേ? Almost 5 times higher. അതുകൊണ്ട് ഞാൻ വേഗം പേ ഓഫ് ചെയ്തു. അത് വേറെ ടോപ്പിക് ആണ്, ഹൗ ടു പേ ഓഫ് യുവർ ഡെറ്റ്, അവലാഞ്ച് ആൻഡ് സ്നോബോൾ മെത്തേഡ്. ബട്ട് ഞാൻ ഒറ്റയടിക്ക് അതിന്റെ ഹൈ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അത് പേ ഓഫ് ചെയ്തു. ബട്ട് ലൈക്ക് എൻഡ് ഓഫ് ദി ഡേ ദാറ്റ്സ് എ നമ്പർ, റൈറ്റ്? നമ്മുടെ ക്രെഡിറ്റ് വർത്തിനെസ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നമ്പറാണ്. ഓരോ ലെവൽസ് ഉണ്ട്. നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്ന പോലെ വെരി ഗുഡ് അതിൽ നിൽക്കുന്നതാണ് നല്ലത്. എനിക്കൊന്നും ഞാൻ സ്ലൈറ്റ്ലി ഇൻ ദാറ്റ് കാറ്റഗറി 730 740. എന്റെ ഒരുപാട് ഇൻക്രീസ് ആവുന്നില്ല, എന്താന്ന് എനിക്കറിയില്ല. എല്ലാവരും പറയുന്നത് ലൈക്ക് 750 above is more than enough. ലൈക്ക് ആ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ ബിയോണ്ട് ദാറ്റ് ലൈക്ക് ഒരു 0.5 അല്ലെങ്കിൽ 1% വ്യത്യാസമൊക്കെ വരത്തുള്ളൂ. ലൈക്ക് ഒരു ഈവൻ ഫോർ എ ഹോം ലോൺ 750 അത്ര പോലും വരത്തില്ല എക്സാക്ട്ലി ഫോർ എ ഹോം ലോൺ. സോ 750 മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക മാക്സിമം. പിന്നെ അത് സ്ലോലി മറ്റേ ക്രെഡിറ്റ് ബിൽഡ് ആവുള്ളൂ. ആ ബിൽഡ് ആവാ എന്നുള്ളതാണ് ക്രെഡിറ്റ് സ്കോർ എന്തിനെ ബേസ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അടുത്തത്. അതായത് പേയ്മെന്റ് ഹിസ്റ്ററി, നമ്മുടെ എത്ര നാളത്തെ പേയ്മെന്റ് ഹിസ്റ്ററി ഉണ്ട്. ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
യൂട്ടിലൈസേഷൻ നമ്മൾക്കിപ്പോ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അല്ലെ? ഒരു ക്രെഡിറ്റ് കാർഡ് ഓവറോൾ ക്രെഡിറ്റ് നമുക്ക് ഒരു $10,000 ഉണ്ട്. പക്ഷെ നമ്മള് ഒരു $5,000 ഓൾറെഡി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ ഹൈ ആണ്. 50%. 50% യൂട്ടിലൈസേഷൻ വന്നു. ഐഡിയലി ബാങ്ക്സ് നോക്കുന്നത് ബിലോ 30% ആണ്. Yeah. And below 30% എന്ന് പറഞ്ഞാലും for to get a very good score below 10% is what I would recommend. കാരണം I can feel it like ചില മാസം. സോ ഞാനൊരു ടിപ്പ് പറയുന്നത് ഐ തിങ്ക് നമ്മൾ ഹരി ഇന്നലെ സംസാരിച്ചല്ലേ, നമ്മൾ ബില്ല് ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ പേ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓർ യു റെഡ്യൂസ് ദി എമൗണ്ട് ദാറ്റ് ലൈക്ക് ക്രെഡിറ്റ് ഹിസ്റ്ററി ക്രെഡിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ആകുന്ന ദിവസമാണ് the information is passed to the credit bureaus. So if you paid off before, like a day before, and the example is 24th of the month, if I paid off on the 22nd or 23rd, that amount will not show up to the credit unions. Yeah. And ചില മാസം ഞാൻ മറന്നുപോയി, and my credit like utilization went up to like I think 12% or something. എന്നിട്ടും എൻ്റെ ക്രെഡിറ്റ് സ്കോർ ഡ്രോപ്പ് ബൈ 10 points. ലൈക്ക് അത്രയ്ക്ക് ഹ്യൂജ് ഡ്രോപ്പ് ആയിരുന്നു. ഈവൻ ഫോർ ലൈക്ക് 12%. അത്രയും യൂട്ടിലൈസേഷൻ പോലും. ഇവര് ഡെയിലി റിപ്പോർട്ടിംഗ് ഇല്ല. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ജനറേഷന് മാത്രമേ റിപ്പോർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈവൻ 90% സ്പെൻഡ് ചെയ്യാം. എന്നിട്ട് പക്ഷെ അത് പിറ്റേ ദിവസം പേ ഓഫ് ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, അത് കുഴപ്പമില്ല. അത് തന്നെയാണ് അവർ നോക്കുന്നത്, റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ. നമ്മള് ഓൾമോസ്റ്റ് 90% യൂസ് ചെയ്തിട്ട് അത് ഒരുപാട് നാളെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല എന്നാണ് അർത്ഥം. പിന്നെ ഞാനൊരു മണ്ടത്തരം തുടങ്ങിയ സമയത്ത് ലൈക്ക് ഇവിടെ US വന്ന സമയത്ത് എൻ്റെ വിചാരം നമ്മൾ ക്രെഡിറ്റ് കാർഡ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്രെഡിറ്റ് സ്കോർ ആയിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ യൂട്ടിലൈസേഷൻ ഓൾമോസ്റ്റ് ലൈക്ക് അന്ന് ഐ ഹാഡ് ക്രെഡിറ്റ് ലൈൻ ക്രെഡിറ്റ് കാർഡ്. അപ്പം എത്ര 1000 എന്നാണ്ടോ ഉള്ളായിരുന്നു. ഐ വാസ് എ സ്റ്റുഡൻറ്റ് റൈറ്റ്. അപ്പം 1000 പോലും ഇല്ല, 600 എന്നാണ്ടോ. സോ ഐ യൂസ് ടു കീപ് ദാറ്റ് എമൗണ്ട് ഓൺ ദ ക്രെഡിറ്റ് കാർഡ് തിങ്കിങ് ഞാൻ കൂടുതൽ ക്രെഡിറ്റ് വെച്ച് കഴിഞ്ഞാൽ മൈ ക്രെഡിറ്റ് സ്കോർ വിൽ ഇംപ്രൂവ്. പക്ഷെ കുറെ നാളായിട്ടും എൻ്റെ ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ആവുന്നില്ല. പിന്നെ ഞാൻ വായിച്ചപ്പോഴാണ് എൻ്റെ മണ്ടത്തരം മനസ്സിലായത്. യു ഷുഡ് നോട്ട് കീപ് യുവർ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ വെരി ഹൈ. ഇറ്റ് ഷുഡ് ബി ആസ് ലോ ആസ് പോസിബിൾ. 0% ഇസ് ഐഡിയൽ. ആക്ച്വലി ഇറ്റ്സ് എ വെരി കോൺഫ്ലിക്റ്റിംഗ് തോട്ട്. അതായത് ക്രെഡിറ്റ് ബ്യൂറോയ്ക്ക് നമ്മളെ കൊണ്ട് ലെസ് സ്പെൻഡ് ചെയ്യിക്കണം, അതുകൊണ്ടാണ് ക്രെഡിറ്റ് സ്കോർ നമ്മൾ പണിഷ് ചെയ്യുന്നത്. പക്ഷെ ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡേഴ്സിന് നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്യണം, എന്നാലേ അവർക്ക് ട്രാൻസാക്ഷൻ ഫീസ് വഴി അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, വിസയ്ക്ക് മാസ്റ്റർ കാർഡിന്. ആൻഡ് ദെൻ വേറൊരു കാര്യമുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രെഡിറ്റ്സ് ഇമ്പാക്ട് യുവർ ക്രെഡിറ്റ് സ്കോർ ഡിഫറെന്റ്ലി. അതായത് ഇപ്പോൾ ഒരു മേസീസിന് ക്രെഡിറ്റ് കാർഡ് ഉണ്ട് ആൻഡ് യു ഹാവ് എ ചേസിന് ക്രെഡിറ്റ് കാർഡ്. യു ക്യാൻ ഹാവ് എ ഹയർ യൂട്ടിലൈസേഷൻ ഓഫ് ദ ചേസ് കാർഡ് റാദർ ദാൻ ദ മേസീസ് കാർഡ്. കാരണം മേസീസ് കാർഡ് ഒരു ഇറ്റ്സ് ലൈക്ക് അവിടുന്ന് എന്താ അവിടെ തുണിയല്ലേ മേടിക്കാൻ പറ്റത്തുള്ളൂ. സോ ദേ നോ ദാറ്റ് ഇസ് എൻ അൺനെസസറി എക്സ്പെൻഡിച്ചർ, സോ ദാറ്റ് യു ഗെറ്റ് ഡിങ് മോർ. അതുപോലെ ലൈക്ക് എനിക്ക് സാംസങ്ങിൻ്റെ ഒരു ക്രെഡിറ്റ് ഫൈനാൻസിങ് ഉണ്ട്. ഇഫ് ഐ പുട്ട് എനി എമൗണ്ട് ദെയർ ഇറ്റ് ഗെറ്റ്സ് എനിക്ക് ഇറ്റ് ഇമ്പാക്ട്സ് മീ നെഗറ്റീവ്ലി മോർ ദെയർ ദാൻ എൻ്റെ ചേസ് കാർഡ് ഉപയോഗിക്കുന്നത്. സോ ആ ഒരു കാര്യം ഓർത്തിരിക്കണം. ലൈക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, ഫോർ എക്സാമ്പിൾ മോർഗേജ്, യു ക്യാൻ ഹാവ് $1 million mortgage, it will not impact your credit score that much, like as much. അത് ലൈക്ക് ലോങ് റണ്ണിൽ പോസിറ്റീവ് ആണ്. നമ്മൾ മോർഗേജ് പേ ഓഫ് ചെയ്ത് നമ്മുടെ ലൈക്ക് ഇക്വിറ്റിയും കൂടി ബിൽഡ് ചെയ്യുവാണല്ലോ, മോർഗേജ് പേ ചെയ്യാനുള്ള കേപ്പബിലിറ്റി. those are good kinds of credit എന്ന് ആൾക്കാർ പറയുന്നത്. ലൈക്ക് മോർഗേജ് കാരണം there's an underlying value to what you have taken the loan against. കാർ ആണെങ്കിലും even though it's a depreciating asset, നമുക്ക് it's a good thing to have. പിന്നെ നമ്പർ ഓഫ് ക്രെഡിറ്റ് ചെക്സ്, യെസ് ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് ക്രെഡിറ്റ് കാർഡ്സ് ഒരു കൊല്ലത്തിൽ തന്നെ എടുക്കുവാണെങ്കിൽ ഫ്രം ദ ക്രെഡിറ്റ് ബ്യൂറോസ് പെർസ്പെക്റ്റീവ് നമുക്ക് എന്തൊക്കെയോ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്, നമ്മൾ ഒരുപാട് ക്യാഷ് എവിടേക്കോ റേസ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് എൻക്വയറീസ്. അപ്പോ മാക്സിമം ഒരു ഇയറിൽ ഒരുപാട് എൻക്വയറീസ് നടത്താതിരിക്കുക. എനിക്ക് തോന്നുന്നത് എബവ് 5 ഒക്കെ പൂറായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് 6 എൻക്വയറീസ് ഉണ്ടോ ലാസ്റ്റ് 2 years ആയിട്ട്. നീ എന്തോ ചെയ്യുന്നത് അവിടെ? എനിക്കതിന് ഞാൻ മോർഗേജ് എടുത്തില്ലേ, മോർഗേജ് എടുത്തു, 2 ക്രെഡിറ്റ് കാർഡ് എടുത്തു, പിന്നെ എന്തൊക്കെയോ ആവശ്യമില്ലാതെ എന്തൊക്കെയോ ക്രെഡിറ്റ് ചെക്സ് വരുന്നുണ്ട്. ഞാൻ ക്രെഡിറ്റ് കാർഡ്സ് എടുക്കുന്നില്ല. ഈയിടെ ഫോറിൻ എടുത്തു. ചേസിനെ പറ്റി ചേസ് ഞാൻ ലോഗിൻ ചെയ്തപ്പോ എന്നോട് യു ആർ ഓൾറെഡി പ്രീ അപ്രൂവ്ഡ് ഫോർ ചേസ് അഫെയർ എന്ന് പറഞ്ഞു. ഞാൻ വെച്ച് എന്റെ ലോഗിൻ ചെയ്തതല്ലേ പേഴ്സണലൈസ്ഡ്, ക്ലിക്ക് ചെയ്തു, പക്ഷെ ക്രെഡിറ്റ് ഹിസ്റ്ററി ചെക്ക്.
That's actually a good point to say. Like നമ്മൾ വിചാരിക്കും പ്രീ അപ്രൂവൽ എന്ന് വെച്ചാൽ ഓക്കെ ക്രെഡിറ്റ് സ്കോർ നോക്കത്തില്ല. നോ, ബട്ട് വെൻ ദേ ആക്ച്വലി ഗോ ഇൻ ടു ദി ആപ്ലിക്കേഷൻ ദേ വിൽ ലുക്ക് അറ്റ് They ഇറ്റ്. will. പക്ഷെ നമ്മൾ ഐ Then, തിങ്ക് ക്രെഡിറ്റ് കാർഡ്സിനെ കുറിച്ച് കൂടുതൽ ലൈക്ക് വി വാണ്ട് ടു ടോക്ക് അബൌട്ട് ക്രെഡിറ്റ് കാർഡ്സ് ഇൻ ഡീറ്റെയിൽ ലേറ്റർ. അപ്പോൾ yeah. നമുക്ക് അത് വേണമെങ്കിൽ വി ക്യാൻ സ്റ്റോപ്പ് ഇറ്റ് നൗ. Yeah, why credit card matters നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. Yeah. ബേസിക്കലി ക്രെഡിറ്റ് സ്കോർ എന്തുകൊണ്ടാണ് ആവശ്യമുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, റൈറ്റ്? I think it's indication of credit worthiness. Yeah, now next is like maintaining the good credit score. അത് നമ്മൾ ഓൾറെഡി നമുക്ക് തോന്നുന്നത് എല്ലാത്തിനും ടച്ച് ചെയ്തു. ഇപ്പോൾ ഈ ലൈക്ക് പേ ഓൺ ടൈം, റൈറ്റ്? ഐ മീൻ കറക്റ്റ് ഡ്യൂ ഡേറ്റിന് തന്നെ അടയ്ക്കുക, ഫുൾ എമൗണ്ട് പേ ചെയ്യുക. മിനിമം എമൗണ്ട് പേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും ചില സമയത്ത്, അതായത് എസ്പെഷ്യലി ഫോർ ക്രെഡിറ്റ് കാർഡ്സ്. മിനിമം എമൗണ്ട് നമുക്ക് പേ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ എപ്പോഴും ഹൈ ആയിട്ട് തന്നെ നിൽക്കും. കറക്റ്റ്. അപ്പൊ അങ്ങനെ നമ്മൾ അത് നമ്മളെ ഇന്റേണലി നമ്മളെ എഫക്ട് ചെയ്യും. അപ്പൊ മാക്സിമം ഫുൾ പേ ഓഫ് ചെയ്യാൻ നോക്കുക. ഇഫ് യു ഹാവ് ക്യാഷ്, And typically credit cards are a scam. Like if you don't pay, like if you pay it off, it's a great tool. We'll talk about that later, because the interest rate is very high, like 17 to 25% ഒക്കെ ആണ് interest rate. It's like unbelievable interest rate. So we should be very careful that we don't keep balances on credit cards. ഭയങ്കര ഒരു ലൈക്ക് നല്ലൊരു ഫിനാൻഷ്യൽ ഹെൽത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സാധനമല്ല ക്രെഡിറ്റ് കാർഡിൽ. അതായത് നമ്മുടെ കയ്യിലില്ലാത്ത പൈസ കൊണ്ട് നമ്മളപ്പോ സ്പെൻഡ് ചെയ്യാണ്. അതാണ് അതിന്റെ അർത്ഥം. നമുക്ക് മിനിമം ആണ് നമ്മൾ പേ ചെയ്യുന്നതെങ്കിൽ. അല്ല, അങ്ങനെ പറഞ്ഞിട്ടും ഐ റിമെമ്പർ ബാംഗ്ലൂർ ആയിരുന്ന സമയത്ത് ഐ വാസ് ലിവിങ് ക്രെഡിറ്റ് കാർഡ് ടു ക്രെഡിറ്റ് കാർഡ്, പേ ചെക്ക് ടു പേ ചെക്ക് അല്ലായിരുന്നു, ക്രെഡിറ്റ് കാർഡ് ടു ക്രെഡിറ്റ് കാർഡ്. നാട്ടില് ഇതിനെ പണിഷ് ചെയ്യാനുള്ള അധികം ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. നമ്മള് ഓക്കെ ക്രെഡിറ്റ് കാർഡ് ഡിലേ ആയി പോയാലും ഓക്കെ ഇൻട്രസ്റ്റ് പേ ചെയ്യാം, അല്ലാണ്ട് കുറെ നമുക്ക് സൈഡ് എഫക്ട്സ് ഇല്ല. പക്ഷെ ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ റീസെന്റ് ഒരു ലോൺ എടുത്തായിരുന്നു. ആ ലോൺ ഫുൾ സിബിൽ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, എന്റെ ബാക്കിയുള്ള ഇൻഫർമേഷൻ കൊടുത്തു, സാലറി കാര്യങ്ങളൊക്കെ കൊടുത്തു. ബട്ട് സ്ട്രോങ് വെയിറ്റേജ്, വെരി സ്ട്രോങ് ഇനീഷ്യൽ സ്ക്രീനിങ് ചെക്ക്. ഇൻട്രസ്റ്റ് റേറ്റ് ബേസ് ചെയ്യുന്നത് സിബിൽ സ്കോറിലാണ്. നല്ല സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ ലോ ഇൻട്രസ്റ്റ് സ്കോർ, ഇൻട്രസ്റ്റ് റേറ്റ് ഫ്രം ദ ബാങ്ക്. Yeah, I think avoid opening too many accounts. അത് ഓൾറെഡി സംസാരിച്ചാണ്. ഇനി നമുക്ക് ലാസ്റ്റ് സെക്ഷൻ തന്നെ നമ്മുടെ ചെക്ക് ചെയ്യുക, ഹൗ ടു ചെക്ക്. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഓൾ ക്രെഡിറ്റ് ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ 2-3 മെയിൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ലൈക്ക് എക്സ്പീരിയൻ, ട്രാൻസ് യൂണിയൻ പോലത്തെ സാധനങ്ങൾ. ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചാണ് മുന്നേ. അതൊരു ഡീറ്റെയിൽഡ് നമുക്ക് റിപ്പോർട്ട് തരും. പക്ഷേ അവിടുത്തെ പ്രശ്നം വെച്ചാൽ they don't give you a credit score, they give you your report. അല്ലേ? റിപ്പോർട്ട് അതൊരു മോഡൽസ് ആണ്. അല്ലെങ്കിൽ ഇവർക്ക് 3 പേർക്കും ഓരോ ലൈക്ക് മെഷറിംഗ് മോഡൽസ് ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഒരു പബ്ലിഷ് ചെയ്യാറുണ്ട് ഇതായിട്ട്. ഈ 3 കമ്പനീസ് യൂസ് ചെയ്യുന്ന 3 ഡിഫറെന്റ് മോഡൽസ് ആണ്. അത് നമുക്ക് 3 ഡിഫറെന്റ് സ്കോർസ് കിട്ടും. ഇറ്റ് ഇസ് നോട്ട് ദി എക്സാക്ട് ഇൻഡിക്കേഷൻ ഓഫ് യുവർ ക്രെഡിറ്റ് സ്കോർ. ആൻഡ് ഓൾസോ മോർഗേജിന് ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് സ്കോറിംഗ് ഇസ് ഡിഫറെന്റ് ഫ്രം നമ്മൾ ഒരു കാർ മേടിക്കാൻ പോകുന്ന സ്കോറിങ്. സോ ബട്ട് നമുക്കൊരു ബേസ് ലൈൻ കിട്ടും, ലൈക്ക് ഒരു ആവറേജ് എന്താണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചില വെയിങ് മെഷീനകത്ത് നമ്മുടെ ഇത് പറയും, ബോഡി ഫാറ്റ് ഇൻഡെക്സ് പറയും. ഇറ്റ്സ് നോട്ട് എൻ ആക്യുറേറ്റ് മെഷർമെൻറ്റ്. പക്ഷെ നമ്മൾ എക്സസൈസ് വണ്ണം കുറഞ്ഞ് വരുമ്പോഴത്തേക്ക് ബോഡി ഫാറ്റിന്റെ വാല്യൂ കുറഞ്ഞു വരും. സോ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് ട്രെൻഡിങ് ഡൗൺ. സോ ഇറ്റ്സ് നോട്ട് എൻ ആക്യുറേറ്റ് നമ്പർ. പക്ഷെ ട്രെൻഡ് നമുക്ക് മുകളിലോട്ടാണോ ട്രെൻഡ് താഴോട്ടാണോ ട്രെൻഡ് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഹരി ഡസൻ യൂസസ് ആസ് മച്ച്. പക്ഷെ ഞാൻ ഈ ക്രെഡിറ്റ് കാർഡ് വളരെ ഐ യൂസ് ഇറ്റ് ലൈക്ക് പ്രോബ്ലി എവറി വീക്ക്. ഐ ഡോണ്ട് നോ വൈ. ലൈക്ക് ഞാൻ പുതിയതായിട്ടൊന്നും മേടിക്കുന്നില്ല. ഞാൻ യൂസ് ചെയ്യുന്നത്, എനിക്ക് ചേസ് ഉണ്ടല്ലോ, ചേസിലെ ക്രെഡിറ്റ് ജേർണി എന്ന് പറഞ്ഞിട്ടുണ്ട്. ചേസ് വഴിയാണ് മിക്ക ക്രെഡിറ്റ് കാർഡ്സ് വഴിയും യു ഹാവ് ദിസ് ഓപ്ഷൻ ഓഫ് സീയിങ് യുവർ ക്രെഡിറ്റ് സ്കോർ. ഇറ്റ്സ് ഓൾവേസ് എ ഗുഡ് തിങ് ടു നോ. ലൈക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും യു ക്യാൻ ഡിസ്പ്യൂട്ട് ദാറ്റ്. ലൈക്ക് ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ അറിയാതെ ഒരു ചാർജ് വന്നു കഴിഞ്ഞിട്ട് വിൽ ഗെറ്റ് penalized for that for something we didn't do. So it's always good to keep a check on your credit score. ആക്ച്വലി പല ബാങ്ക്സും പല പേരിട്ട് വിളിക്കും. എനിക്ക് തോന്നുന്നു ബാങ്ക് ഓഫ് അമേരിക്ക ഫിക്കോ സ്കോർ എന്നാണ് പറയുന്നത്. ഫൈക്കോ സ്കോർ, നമ്മുടെ സിറ്റി ഫൈക്കോ സ്കോർ ആണ് പറയുന്നത്. വാന്റേജ് പോയിന്റ്, വാന്റേജ് 3.0 എന്നൊക്കെ പറഞ്ഞ് പല എല്ലാ ഡിഫറെന്റ് മോഡൽസ് ആണെന്നുള്ളൂ. അപ്പൊ എപ്പോഴും ഒരു കൺസർവേറ്റീവ് ആയിട്ട് നോക്കുമ്പോൾ ഒരു -30 കൊടുക്കുക. ഇവര് തരുന്ന സ്കോറിൽ നിന്ന് ഒരു -30. 740 ആണ് തരുന്നതെങ്കിൽ അസ്യൂം യുവർ സ്കോർ 710 ആസ് എ വേഴ്സ്റ്റ് കേസ്. അത്രയും പോകണമെന്നില്ല, ചിലപ്പോൾ -10 ഉണ്ടാവുള്ളൂ.
-5 ഉണ്ടാവുള്ളൂ. Yeah, പിന്നെ I think family ആയിട്ട് വരുമ്പോഴത്തേക്ക് let's say your spouse came and they don't have credit history, you can add them to your credit card as an authorized user. അങ്ങനെ നമ്മുടെ whatever history that you have, that gets transferred to them. അപ്പോൾ ആ ഹിസ്റ്ററി എല്ലാം എല്ലാ കാർഡിനകത്തും ഇറ്റ് വോണ്ട് ഹാവ് ദ ഹോൾ ഹിസ്റ്ററി. ചില കാർഡ് ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ 6 months വരത്തുള്ളൂ. പക്ഷെ ചില കാർഡ് ഞാൻ കാർഡ് ഓപ്പൺ ചെയ്തപ്പോൾ തൊട്ടുള്ള ഹിസ്റ്ററി കാണിക്കുന്നുണ്ട്. സോ ബട്ട് ഇറ്റ്സ് എ വെരി ലൈക്ക് ഇപ്പൊ എൻ്റെ വൈഫിന്റെ easy way to build credit. വെരി ഈസി വേ. ലൈക്ക് എൻ്റെ വൈഫിന്റെ ക്രെഡിറ്റ് സ്കോർ, ഷീ കെയിം ടു ദ US I think 2 years after ഹരി കെയിം. ഹരിയുടെയും അവളുടെയും ക്രെഡിറ്റ് സ്കോർ ഏകദേശം സെയിം ആണ് അറ്റ് ദിസ് പോയിന്റ്, ഈവൻ ദോ ഹീസ് ബിൻ ബിൽഡിംഗ് ഹിസ് ക്രെഡിറ്റ് ഫോർ സച്ച് എ ലോങ് ടൈം. എൻ്റെ ക്രെഡിറ്റ് ഷെയർ ചെയ്യാൻ പറ്റി. സോ ദാറ്റ്സ് എ വെരി ഗുഡ് വേ ടു ബിൽഡ് ക്രെഡിറ്റ് വെരി ഫാസ്റ്റ്. തന്നെ എന്റെ വൈഫ് ഓൾമോസ്റ്റ് ഒരു 1 year ശേഷമാണ് അവൾ വർക്ക് ചെയ്ത് തുടങ്ങിയത്. ബട്ട് ആദ്യമേ ഓതറൈസ് യൂസർ ആയിട്ട് ആഡ് ചെയ്ത കാരണം ഐ തിങ്ക് ഷീ ഹാവ് ബെറ്റർ ക്രെഡിറ്റ് സ്കോർ ദാൻ മീ. ഐ ഹാവ് 740, ഷീ ഹാവ് 780. Okay. Yeah, that's funny. ഇത് ശരിക്കും ഒരു ബ്ലാക്ക് ബോക്സ് ആണ് ഈ ക്രെഡിറ്റ് സ്കോറിംഗ് എന്നൊക്കെ പറയുന്നത്. ശരിക്കും ലൈക്ക് ഇഫ് യു ടോക്ക് അബൌട്ട് ദാറ്റ്, ലൈക്ക് ഞാൻ വായിക്കുന്നത് ഇറ്റ് റിയലി is biased against people that are not earning enough, and people from like certain communities like blacks and Hispanics, they are at a disadvantage because of credit score. കാരണം അവർക്ക് they are not looking at your income, they are only looking at if you can repay, and ചില സമയത്ത് they cannot repay and it impacts their credit score very badly. So അങ്ങനത്തെ കുറെ I have some personal opinions on credit score that it's bad, but it's the system. We have I think it's a capitalist system. അവർക്ക് overall smooth ആയിട്ട് run ചെയ്യണമെങ്കിൽ they have to set processes in place, right? These are the processes to make sure that it's easy to liquidate things in the market. I mean, it makes sense also, but I don't like it. Not completely. ഇതൊരു ബ്ലാക്ക് ബോക്സ് ആണ്. ലൈക്ക് ഇതില് ഒരു പരിധി വരെ ഇതെങ്ങനെയാണ് എന്ന രീതിയിൽ. ബട്ട് ജസ്റ്റ് കീപ് റീപേയിങ് ഇറ്റ്. ആൻഡ് ഒരു പോയിന്റ് മിസ് ആയ ചില ആൾക്കാർ ചോദിക്കുമല്ലോ, ഞാൻ ഒരുപാട് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത് മോശമാണോ നല്ലതാണോ. ഒരു പരിധി വരെ ഇറ്റ്സ് നൈസ് ഇഫ് യു, അതായത് ഒരുപാട് ക്രെഡിറ്റ് കാർഡ്സ് മേടിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഓവറോൾ ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസ് ആവും. ലൈക്ക് ഇറ്റ് മൈറ്റ്. സോ അപ്പൊ നമ്മൾ 3,000 5,000 സ്പെൻഡ് ചെയ്താലും നിങ്ങൾക്ക് ക്രെഡിറ്റ് ലിമിറ്റ് ഒരുപാട് ഹൈ ആണ്. അപ്പൊ ആ ടേംസിൽ എടുത്ത് വെക്കുന്നത് നല്ലതാണ്. But not to spend. I think credit cards നെ കുറിച്ച് we will have another session itself. കാരണം ഞാൻ ഈ ഇടയ്ക്ക് ഒരു ട്രാവൽ, നമ്മൾ നീ എടുത്ത സെയിം ട്രാവൽ കാർഡ് എടുത്തു, and I've had so many benefits from that, and I really താരിഖാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ട്രാവൽ ക്രെഡിറ്റ് കാർഡ്സ് ആർ വെരി ഗുഡ്. ഇപ്പൊ ഇവൻ എടുത്തിട്ട് ഞാൻ എടുത്തു, ഞങ്ങളുടെ വേറെ ഫ്രണ്ട് എടുത്തു. Like I think it's worth paying $95 paid credit card. Definitely worth paying. Like we have already gotten more than 95, like multiple times, like ഒരു $500 worth തന്നെ already കിട്ടിയിട്ടുണ്ട്. So എനിക്കൊരു മാസത്തിൽ തന്നെ ആ $95 മുതലേ. അത് നിന്റെ എക്സ്പെൻസസ് കൂടുതലായതുകൊണ്ടാണ്. അല്ല, എനിക്ക് ഫ്രീ കാർഡിൽ നിന്ന് കിട്ടിയ കുറെ പോയിന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആ പോയിന്റ്സ് ഞാൻ ഇതിലേക്ക് ഡിസ്കസ് മോർ. There are a lot of ways to make money using credit card rewards. I think നമുക്ക് let's wrap up for now. Nitya, thanks for joining. Questions എല്ലാം ഉണ്ടെങ്കിൽ, I know you've been here for a long time and you probably know a lot more than us. പക്ഷേ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. It's a good session. I mean, എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല, പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഏരിയയിൽ. അപ്പോൾ it was good listening to that. ഇന്ന് today's session was more on like base സെറ്റ് ചെയ്തിട്ട് we want to build on that. Like കാരണം നമ്മുടെ ഫൗണ്ടേഷൻ നല്ല അല്ലെങ്കിൽ you shouldn't do, like in fact I would recommend don't do any investment unless you have your fundamentals straight. So അപ്പോൾ അതുകൊണ്ടാണ് both wanted to stress like emergency savings, budgeting, credit score. അത് കഴിഞ്ഞിട്ട് the next steps ആണ് we will talk about investment like 401k, HSA കാര്യം. So we'll put this up on YouTube. നമുക്ക് and we'll cut it, like ഹരിയുടെ ഒരു ഐഡിയ ആയിരുന്നു, we'll cut it and put up shorts so that easily digestible information we can share it. Okay, so thanks Hari. നമുക്ക് wrap up ചെയ്യാം.